السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد. اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. വളരെ പ്രൗഢമായ ഒരു സംസാരമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇവിടെ MES വന്നപ്പോൾ 10ാം ക്ലാസ്സിലായിരുന്നു എന്ന് കേട്ടപ്പോൾ അന്ന് കുട്ടിയായിരുന്ന ആള് മാഷാ അല്ലാഹ് അങ്ങനെ ഗ്രഹത്താൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യാം. പാരന്റിങ്ങിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ സത്യത്തിൽ സ്പീച്ച് അധികം കേട്ടിരിക്കാറില്ല, പ്രസംഗിക്കാൻ പോയതാണ് നമ്മുടെ പരിപാടി. പക്ഷേ ഇന്ന് ഞാൻ നല്ലൊരു സ്പീച്ചാണ് കേട്ടത്. അത് നമുക്ക് പ്രിയപ്പെട്ട വാപ്പയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാൻ. നമ്മളെപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും ഉയർന്നു പോകാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാനത് വലിയ സന്തോഷവാനാണ്. ഒരു ദിവസമെങ്കിലും എൻ്റെ ക്ലാസ്സിൽ ഇരുന്നൊരു കുട്ടി എന്നാണ് അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവും, കാരണം അദ്ദേഹത്തിൻ്റെ മുഴുനീളം വിദ്യാർത്ഥി എന്നാണ്. ഞാൻ അദ്ദേഹത്തെ എത്തിക്കൊണ്ട് പറയല്ല, എന്നാലും ഇത്തരത്തിലുള്ള കുട്ടികളെ വാർത്തെടുക്കാനാണ് സത്യത്തിൽ ഇങ്ങനെ ഉയരങ്ങൾ കീഴടക്കുന്ന ഉണ്ടാകാനാണ് സത്യത്തിൽ ഹനീഫ്. ഇവിടെ വളരെ സാഹസപ്പെട്ട് പ്രയാസപ്പെട്ട് നമ്മളൊക്കെ എത്തിയത് ഈ ഖത്തറിൻ്റെ വ്യത്യസ്ത പ്രദേശത്ത്. ഖത്തർ അത്ര വലിയൊരു രാജ്യമല്ല എങ്കിൽ പോലും പല ഭാഗത്തു നിന്നും നമ്മൾ എത്തിയത് നമ്മുടെ കുട്ടികളെ കുറിച്ചുള്ള ജിജ്ഞാസയിലും ആഗ്രഹത്തിലും. രണ്ടെണ്ണമാണ് നമുക്കുള്ളത്. ഒന്ന് ജിജ്ഞാസയാണ്, മറ്റൊന്ന് ആഗ്രഹങ്ങളാണ്. ഒരു ഭാഗത്ത് സന്തോഷവും ഉണ്ടാവും, മറ്റൊരു ഭാഗത്ത് നമുക്കിങ്ങനെ കുറേ ക്യൂരിയോസിറ്റികൾ, ഉത്കണ്ഠകളുണ്ടാവും. സത്യത്തിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ്, സമയമില്ലാത്തത് കൊണ്ടാണ് വലിയ ഇൻട്രൊഡക്ഷനിലേക്കൊന്നും പോകാത്തത്, എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നതിൻ്റെ ഒരു തലമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ചോദിക്കാനുള്ള സമയവും ഇൻഷാ അല്ലാഹ് തരേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ മക്കളുണ്ട്, ഇരിക്കുന്ന എല്ലാവർക്കും മക്കളുണ്ടാവും. മക്കൾ കല്യാണം കഴിക്കാത്തൊരു കൂട്ടത്തിലുണ്ട്, അത് വേറെ. നമ്മുടെയൊക്കെ മക്കളുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ വല്ലാണ്ട് ആശങ്കാകുലരായിട്ട് ഇങ്ങനെ പോകാം. പക്ഷെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല എന്നാണ് പോസിറ്റീവായിട്ട് എനിക്ക് പറയാം. പ്രിയപ്പെട്ട സഹോദരൻ കുറേ കേസ് സ്റ്റഡീസ് പറഞ്ഞപ്പോൾ നമ്മൾ അറിയാണ്ട് ഞാനൊരു ബേജാറിലായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ സാഹൂതം കേട്ടിരിക്കുന്നു. ഒന്നിൻ്റെ മുകളിൽ ഒന്നായി ഇങ്ങനെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായി. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ആ പറഞ്ഞത് ഇത്രയും മാത്രമേ ഉള്ളൂ, നമ്മളൊന്ന് വിജിലൻ്റാണ്, അല്ലാതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. സൈക്കോളജിസ്റ്റുകൾ ഓരോന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കാനല്ല. അതിൻ്റെ റെമഡിയും പറയും, പക്ഷെ അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ പറയാതെ. പക്ഷെ നമ്മൾ വിജിലൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം കുറേ ഗൾഫ് നാടുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ എന്നെ ഒരുപാട് വിളിക്കാറുണ്ട്, അദ്ദേഹത്തെ വിളിക്കുന്നത് പോലെ തന്നെ. ഇത്തരം ഗൾഫ് നാടുകളിൽ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് ഐസൊലേറ്റഡ് ആയിട്ടാണ് കുട്ടികൾ കഴിയുന്നത്, അങ്ങനെ ഉൾവലിഞ്ഞ് കഴിയുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുറേ കളിക്കാനും കുറേ പോകാനും വരാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതൽ. നമ്മുടെ നാടിന് അത്ര മോശമാക്കൊന്നും വേണ്ട. ഈ പറയുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു റീഡിങ്. ചെറിയ ശതമാനം ഉണ്ടാകും, പക്ഷേ മാസീവായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത്രമാത്രം പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിലോ എവിടെയോ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഇത് കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൻ്റെ അവസ്ഥയറിയാം. ആ അവസ്ഥയെ മൊത്തത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മളൊക്കെ അറിയുന്ന കേസുകൾ അറിയുമ്പോൾ ഞാൻ സത്യത്തിൽ കൗൺസിലിങ്ങിനെ നിർത്താനുള്ള കാരണം ഇത് കേട്ടിട്ടുള്ള ബേജാറുണ്ട്. കാരണം മൈക്കിലൂടെ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാതാക്കളുടെ അവസ്ഥകൾ, മാതാക്കളും മക്കളും തമ്മിലുള്ള അവസ്ഥകൾ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കേട്ട് അവസാനം നമുക്ക് മനസ്സ് ഒരു തരം വികൃതമായി പോകുമോ എന്ന് തോന്നുമ്പോഴാണ് സത്യത്തിൽ കൗൺസിലിംഗ് നിർത്താൻ നമുക്ക്
അപ്പൊ ഇപ്പൊ അതിനെ കുറിച്ചുകൂടെ പറയുന്നില്ല, അതിനൊരു സെഷൻ കഴിഞ്ഞു പോയി. നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെയാണ് പാരന്റിങ്ങിനെ എടുക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ബിസിനസ് ചെയ്യുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്, പ്രവാസികളാണ്. നമ്മുടെ സത്യത്തിൽ ഏത് ഓറിയന്റേഷനിലാണ് പോകുന്നത് എന്ന് ആദ്യം നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങും. നമ്മളൊരു ജോബ് ഓറിയന്റഡ് മെന്റാലിറ്റിയിലാണ് പോകുന്നത്, അതോ അതിനേക്കാൾ കുറച്ചും കൂടി തിരക്കേടില്ലാത്തൊരു പ്രൊഫഷണൽ ഓറിയന്റഡ് മെന്റാലിറ്റിയിലാണ് പോകുന്നത്, അതോ അതിനും മേലെയായി ഒരു പർപ്പസ് ഓറിയന്റഡ് മെന്റാലിറ്റിയിലൂടെയാണ് പോകുന്നത്? നമുക്കത് ചെറിയ രീതിയിൽ ഒന്ന് ചർച്ച തരാം. ആദ്യം പറഞ്ഞത് ഒരു ജോബ് മെന്റാലിറ്റി, ജോബ് ഓറിയന്റഡ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് ജീവിക്കുക, അങ്ങനെ കുടുംബം പോറ്റുക, പരമാവധി സന്തോഷിക്കുക. മൈ ലൈഫ് മൈ മെസ്സേജ് എന്നായിരുന്നു പണ്ടുണ്ടായിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇപ്പോ മൈ ലൈഫ് മൈ റൂൾസ് എന്നതാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ശരീരം അല്ലെങ്കിൽ എന്റെ ജീവിതം, എന്റെ റൂൾ, വേറെ ആരും എന്നിലേക്ക് റൂൾസ് ഒന്നും കൊണ്ടുവരണ്ട എന്നൊരവസ്ഥയിൽ കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. അതാലോചിച്ച് നോക്കിയാൽ മൈ ലൈഫ് മൈ റൂൾസ്, എന്റെ ജീവിതം, എനിക്ക് എന്റേതായ റൂൾസ് ഉണ്ട്. അതിന് പല ടോണുകൾ പറയാറ്. ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളൊക്കെ അവരവരുടെ ലോകം തീർത്തുകൊണ്ടിരിക്കുക. നമ്മളെന്ന് പറയുന്ന ഒന്നാകെയുള്ള ലോകത്ത് നിന്ന് അവരെ വിട പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഞാൻ അതിനെ കുറിച്ച് അധികം പറയുന്നില്ല. പക്ഷെ നമ്മൾ കുട്ടികളെ ഏത് വിധാനത്തിൽ നിർത്തുന്നു, ഏത് മേഖലയിലേക്ക് കൊണ്ടുപോകും, ആദ്യം നമ്മൾ അതായിരിക്കണം ചിന്തിക്കണം. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ ഏത് തരത്തിലാണ്, ഏത് വേവ് ലെങ്തിലേക്കാണ് ഉയരുന്നത്? ജസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു ജോലിക്കാരനായിട്ട് മാത്രം അവനെ ആക്കണമോ? ജോബ് എന്നതിന് സാധാരണ ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ജോലി ചെയ്യുന്നത് ക്ഷമിക്കണം, ജസ്റ്റ് ഒബേ ദി ബോസ് എന്നാണ്. JOB, ജസ്റ്റ് ഒബേ ദി ബോസ്. ബോസിനനുസരിച്ച് ജീവിക്കുന്നവരാണ്, അതാണ് ജോലിക്കാരൻ എന്ന് പറഞ്ഞത്. ഖത്തറിൽ വന്നിട്ട് ജോലിക്കാരൻ മോശാക്കി എന്ന് പറയുന്നുണ്ടോ? അവർ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പന്നനായി വളർന്നിട്ടുള്ള ആളുകൾ ജോബിനെ കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ പോയിസൺ. ഇത് മാത്രം അടർത്തിയെടുത്തിട്ട് പറയരുത് കേട്ടോ, ഞാനൊരു മെന്റാലിറ്റിയെ കുറിച്ച് പറയുന്നു. ജോബ് ഒരു പോയിസൺ ആണ്. അത് നമ്മുടെ ഡ്രീംസിനെ കില്ല് ചെയ്യുന്നു, നമ്മുടെ സ്വപ്നങ്ങളെ മുഴുവൻ തകർത്ത് കളയും. കാരണം ജോബ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി വളരെ സാറ്റിസ്ഫൈഡ് ആയി മക്കളെ നോക്കി അങ്ങനെ കഴിഞ്ഞു പോകുന്നൊരു മേഖലയായതുകൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആ മനുഷ്യന് സാധിക്കില്ല എന്ന് ആധുനിക കാലഘട്ടത്തിലെ ബിസിനസ് മാഗ്നറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആ ഒരു മെന്റാലിറ്റി, അതിന്റെ അർത്ഥം ജോലി വേണ്ടെന്നല്ല, ജോലിക്കാർ ജോലി തന്നെ ചെയ്യണം, അല്ലാതെ എല്ലാവരും ഇങ്ങനെ വെറുതെ ബിസിനസ് ചെയ്താൽ പിന്നെ ജോലിയായിരിക്കും. അപ്പൊ ജോബ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ജോബ് ചെയ്തോളൂ, പക്ഷെ ആ മെന്റാലിറ്റി മാറ്റണം. ജോബ് വേറെയാണ്, ജോബ് ഓറിയന്റഡ് മെന്റാലിറ്റി വേറെയാണ്. അപ്പൊ ജോബ് ഓറിയന്റഡ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു ജോലി ചെയ്യുന്നു, ഇനി എന്റെ മകനെ പഠിപ്പിക്കണം, എന്നിട്ടൊരു ജോലി ചെയ്യണം, എന്നിട്ട് അവന്റെ മകനെ പഠിപ്പിക്കണം, അവനും ഒരു ജോലി ചെയ്യണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോ കുട്ടികൾ ജനിക്കുമ്പോൾ അവരെ കുറച്ച് പഠിപ്പിക്കണം, എന്നിട്ടൊരു ജോലി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീട് വെക്കല്, അത് കഴിഞ്ഞിട്ട് നേരെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കല്, മരിച്ചു പോകല്. വീണ്ടും അടുത്ത ആൾ വരുന്നു, ജോലിയാകുന്നു, പഠിക്കുന്നു, ജോലിയാകുന്നു, വീട് വെക്കുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, മരിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക ഒരു റൊട്ടേഷൻ മാത്രമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതിനേക്കാൾ കുറച്ചും കൂടി മുകളിലായി ഒരു പ്രൊഫഷണൽ ഓറിയന്റഡ് മെന്റാലിറ്റി. ഇപ്പൊ ഉദാഹരണത്തിന് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ആരൊക്കെ ഉണ്ടോ, അത് കേവലം ഒരു ജോബല്ല, അതൊരു സോഷ്യൽ റാപ്പോയുമായി ബന്ധപ്പെട്ട, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം കൂടി അതിലുണ്ട്. കേവലം ഒരു ജോലിയല്ല. ഇപ്പൊ ഒരു ലോയർ ആണെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവിതവുമായി അയാളുടെ ജീവിതത്തിന് ബന്ധമുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവിതവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഒരു ഡോക്ടർ ആണെങ്കിൽ ഒരുപാട് സൊസൈറ്റിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഒരുപാട് കൺസ്ട്രക്ഷനുമായി ഒരുപാട് മേഖലയിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതിനെയാണ് സോക്കാൾഡ് നമ്മൾ വിളിക്കപ്പെടുന്ന പേരുകൾ. അതാണ് ഡോക്ടർ, എഞ്ചിനീയർ, പിന്നെ ലോയർ എന്നൊക്കെ പറയുന്നത്. അഡ്വക്കേറ്റ്, ലോയർ അഡ്വക്കേറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. ജസ്റ്റ് പഠിച്ചിറങ്ങുന്ന ആൾക്കാരൊക്കെ ലോയേഴ്സ് ആണ്, പക്ഷെ അത് എൻറോൾ ചെയ്തിട്ട് അതിന്റെ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നവരൊക്കെ അഡ്വക്കേറ്റ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് മേഖലയിലായിരുന്നാലും ആ ഒരു പ്രൊഫഷനെ കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാർ. അപ്പൊ നമ്മുടെ മക്കളെയും അങ്ങനെയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു.
നമ്മൾ ഡോക്ടറാണെങ്കിൽ കേവലം ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെങ്ങനെയെങ്കിലും ഡോക്ടറാകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ആയിക്കോട്ടെ, പക്ഷെ അതിൽ മാത്രം നിർത്തിയാൽ മതിയോ നമ്മുടെ ജീവിതം? അതാണ് അടുത്ത ചിന്ത. ഇവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാവും. ബിസിനസ്സുകാരുണ്ടാവും, പ്രൊഫഷണൽസ് ഉണ്ടാവും, സാധാരണക്കാരുണ്ടാവും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മക്കളെ ഒന്ന് ഡോക്ടറാക്കി അല്ലെങ്കിൽ എഞ്ചിനീയറാക്കി അങ്ങനെ ഒരു എന്റെ മകൻ ഡോക്ടറാണ്, എന്റെ മകൻ എഞ്ചിനീയറാണ് എന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കലാണോ നമ്മുടെ ലക്ഷ്യം? അത് രണ്ടാമത്തെ ഒരു പെഡഗോഗിയാണ്. അതല്ല, ഒരു പർപ്പസ് ഓറിയന്റഡ് മെന്റാലിറ്റിയിലേക്ക് എത്തിക്കണം. എനിക്കൊരു പർപ്പസ് ഉണ്ട്, എന്റെ മക്കളും ആ പർപ്പസിലൂടെ കടന്നു പോകണം, എന്റെ മക്കളും ആ പർപ്പസ് താണ്ടി ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തണം. എന്താ പർപ്പസ്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷൻ ഏതാണെന്ന് പറയും ഭൗതികപരമായി. ഈ സദസ്സിലാർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നീ മിണ്ടരുത്. വലിയ വലിയ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ആൾക്കാരൊക്കെ പ്രൊഫഷണൽസും ഡോക്ടേഴ്സും ഒക്കെയാണ്. അവരും പറയുന്നത് എന്നെ പോലെയുള്ള സാധാരണക്കാർ ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഏതാണെന്ന് അറിയാം? ഒരാൾക്ക് എത്താൻ പറ്റുന്ന ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, കലക്ടറാണോ, സയന്റിസ്റ്റാണോ? അങ്ങനെ കായ ആൾക്കാർ പോലും പറയുന്നുണ്ട് അതല്ല. APJ അബ്ദുൽ കലാം പറയുന്നുണ്ട് ഒരു മിസൈൽ മാൻ ആകലല്ല ഏറ്റവും വലുത്. ഏതായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയും. ഇന്ററാക്റ്റീവ് ആയിക്കോട്ടെ, കുറെ ഇങ്ങനെ പ്രസംഗം നടത്താൻ നിങ്ങൾ കേട്ടിരിക്കാന്നതല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷൻ ഏതാ? ശരി, ഭൗതികാർത്ഥത്തിലുള്ള പൊസിഷൻ നല്ല മനുഷ്യനാവുക, നല്ലൊരു അർത്ഥമാണ് ടീച്ചർ. അതിന്റെ ഏകദേശം അടുത്തെത്തി നിൽക്കുക. പറഞ്ഞ പോലെ അങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് അതൊരു രസം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാൻ മാത്രം പറയേണ്ടത്. എങ്ങനെ നല്ല രക്ഷകർത്താവുക? നല്ലൊരു വാക്കാണ്. ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ റിസർച്ചുകൾ പറയുന്നത് സോഷ്യൽ റിഫോമർ ആവുകയാണ്. ആരാവുക? സോഷ്യൽ റിഫോമർ. ആരായി സോഷ്യൽ റിഫോമർ? സമൂഹത്തെ നവീകരിച്ച് നവോത്ഥാനം നടത്തിയിട്ടുള്ള ഇന്നല്ലാഹ യബ്അഥു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സന മൻ യുജദ്ദിദു ലഹാ ദീനഹാ എന്ന ഹദീസിൽ വരുന്ന സംഭവം. തജ്ദീദ് നടത്തിയിട്ട് ആളുകളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, സമൂഹത്തെ മാറ്റിമറിക്കുന്ന ആളുകളെയാണ് നവീകാരകൻ എന്ന് പറയുന്നത്. സോഷ്യൽ ലീഡർ അല്ല, സോഷ്യൽ റിഫോമർ. സോഷ്യൽ ലീഡേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരുടെ വിധാനം സോഷ്യൽ റിഫോമറേക്കാൾ താഴെയാണ്. സോഷ്യൽ റിഫോമർ വേറെ തന്നെ. ഇപ്പൊ പൊളിറ്റിക്കലി സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരുണ്ട്, അവർ സോഷ്യൽ ലീഡേഴ്സാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. പക്ഷെ സോഷ്യൽ റിഫോമർ അത് ഈ ലോകത്തിലെ വലിയൊരു പൊസിഷനാണ്. ഈ സോഷ്യൽ റിഫോമറേക്കാൾ വലിയൊരു പൊസിഷനുണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം. കാരണം ഓരോ സോഷ്യൽ റിഫോമേഴ്സും ഈ ലോകത്തിന് വേണ്ടിയല്ല ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 100 വർഷം ഇൻഡസ്ട്രിയൽ ഏജ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഓരോ ഏജ് വന്നപ്പോഴും അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകളുണ്ടാവും. അതൊക്കെ ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പായിരുന്നു. പക്ഷെ ഈ ലോകത്തിനും വരാനിരിക്കുന്ന ലോകത്തിനും ഒരേപോലെ ഉതകുന്ന രീതിയിൽ ആളുകളെ വാർത്തെടുക്കുന്ന ആളുകൾ, ആ നവീകാരകനെ വിളിക്കുന്ന പേരാണ് ദാഴി എന്നത്, ഒരു പ്രബോധകൻ. അതാണ് ഏറ്റവും വലിയ പൊസിഷൻ. അതുകൊണ്ടാണ് എല്ലാ നബിമാരെ കൊണ്ടും അല്ലാഹു ഈ പണിയെ ചെയ്യിപ്പിച്ചത്. ദഅവത്ത് എന്ന പണിയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഉലുൽ അസ്മിൽ പെട്ടിട്ടുള്ള മറ്റ് പ്രവാചകന്മാർ അല്ലെങ്കിൽ മറ്റുള്ള മുർസലീങ്ങൾ എത്ര നിസ്കരിച്ചു എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എത്ര നോമ്പ് തോറ്റു എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എത്ര ഹജ്ജ് ചെയ്തു ആർക്കും അറിയില്ല. പക്ഷെ എല്ലാവരും പ്രബോധനം ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. ദഅ സക്കറിയ, ദഅ യഹ്യ, ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ വലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ. എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും അല്ലാഹു വിശുദ്ധ ഖുർആൻ പറയുമ്പോഴൊക്കെ ദഅവത്തുമായി, പ്രബോധനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സംസാരിച്ചത്. ഈ മനുഷ്യരാശി നമ്മുടെ വിശ്വാസപ്രകാരം, നാളെ യൂട്യൂബിൽ വരുമ്പോൾ മറ്റുള്ളവർ അതിന് കമന്റ് കൊണ്ടുവരാം. നമ്മുടെ വിശ്വാസപ്രകാരം ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആളുകൾ നബിമാരാണ്, മുർസലീങ്ങളാണ്. നബിമാര് എല്ലാ നബിമാരും മുർസലീങ്ങളല്ല, എല്ലാ മുർസലീങ്ങളും നബിമാരാണ്. അപ്പൊ ഈ മുർസലീങ്ങളായ നബിമാരായിട്ടുള്ള ആളുകൾ ചെയ്തത് പ്രബോധനമാണ്, ആളുകൾ നേർവഴിക്ക് നയിക്കലാണ്. ആ നയിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് അല്ലാഹുവിലേക്ക് ദഅ എന്ന് പറഞ്ഞിട്ട് ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അവരെ ആളുകളെ അടുപ്പിക്കണം. അല്ലാതെ വേറൊന്നിലേക്കല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യത്തിലെ സംഘടനയിലേക്കല്ല.
ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഞാനൊരു സംഘടനയുമായിട്ട് എന്തില്ല, ബന്ധമില്ല എന്നല്ല, എല്ലാ സംഘടനയിലും ബന്ധമുണ്ട്, പക്ഷെ ഞാനൊരു സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ല. എന്നെ കുറിച്ച് പലർക്കും കൺഫ്യൂഷനാണ്, ഞാൻ ആരാന്ന്. ചില ആൾക്കാർ പറയും ഇയാൾ സെലഫിയല്ലേ, ചില ആൾക്കാർ പറയും ഇല്ലാത്തതല്ലേ. ഞാൻ ചിലതിലൊക്കെ ഉണ്ടായിരുന്നു, അതിൽ മെമ്പർഷിപ്പ് ഉണ്ടായിട്ടില്ല. മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, ലീഡർഷിപ്പ് എടുത്തിട്ടില്ല. ഒരു പാർട്ടിയിലും ഇല്ല, ഒരു ഓർഗനൈസേഷനില്ല, ഇന്നേ വരെ മെമ്പർഷിപ്പ് ഇല്ല, ലീഡർഷിപ്പ് ഇല്ല. മെമ്പർഷിപ്പ് ഉണ്ടായാലും പിന്നെ ലീഡർഷിപ്പിലേക്ക് തോന്നും. ഞാൻ എന്നെ കുറിച്ച് പറയില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് സംഘടനയിലേക്ക് വിളിക്കലല്ല, മൗലാനമാരിലേക്ക് വിളിക്കലല്ല, ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് വിളിക്കലല്ല, അള്ളാഹുവിലേക്ക് വിളിക്കലല്ല. ആ ഒരു ഉത്തരവാദിത്വം അത് ആർക്കും ചെയ്യാം. അതിന് പ്രത്യേക പൊസിഷൻ എത്രയൊന്നുമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്നത്, ആർക്കും ചെയ്യാൻ പറ്റും. ഡൽഹിയിൽ ഒരു പാവ മനുഷ്യൻ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഇൽമുമില്ല, അദ്ദേഹത്തിന്റെ ഒരു കാർഗുസാരിയാണ്, അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററിയാണ്. അതറിയണമെങ്കിൽ നമ്മൾ എവിടെ പോകണം എന്നറിയാം. നമ്മൾ ദൂരെയുള്ള ഒരു യൂറോപ്യൻ രാജ്യത്ത് പോകണം, ഈ മനുഷ്യന്റെ വിലയറിയാം. അപ്പൊ അവിടെ നിന്നും ഫിജി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും, ഫിജി എവിടെയാണ് കിടക്കുന്നത്, അവിടെയുള്ള സ്ഥലത്ത് നിന്നും ഡൽഹി കാണാൻ വേണ്ടി ഒരു സായിപ്പ് എത്തുന്നു. ആ സായിപ്പ് പേരിന് മുസ്ലിമാണ്, സോക്കാൽ മുസ്ലിം. പ്രാക്ടീസ്ഡ് മുസ്ലിം, നോൺ പ്രാക്ടീസ്ഡ് മുസ്ലിം എന്നാണ് പുറത്ത് പറയാം. പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിമീങ്ങളും പ്രാക്ടീസ് ചെയ്യാത്ത മുസ്ലിമീങ്ങളും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിസ്കരിക്കുന്ന മുസ്ലിം, നിസ്കരിക്കാത്ത മുസ്ലിം എന്ന് പറയുന്നത്. അദ്ദേഹം ജസ്റ്റ് ഡൽഹി കണ്ടു. അപ്പൊ ഡൽഹിയിൽ കാണാൻ വേണ്ടിയിട്ട് പറയുന്ന ലിസ്റ്റിൽ പെട്ടതാണ് ഏത്, അവിടെയുള്ള ദർഗയും. പോണ്ടൊക്കെ കൺഫ്യൂഷൻസ് വേറെ, ഞാൻ ഇതിലേക്കല്ല പോകണുണ്ട്, ഞാൻ വിവാദങ്ങൾ സംസാരിക്കാറില്ല. ഞാൻ പറയുന്നത് അപ്പൊ അവിടെയുള്ള അത് കാണാൻ വേണ്ടി പോയതാണ്. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് ഒരു പാവം മനുഷ്യരുണ്ട്, അന്ന് അറിയപ്പെടുന്ന ഒരു വലിയൊരു ആലിം എന്നിട്ട് സംസാരിക്കുന്നു. ദർഗയിലല്ല, അതിന്റെ ഇപ്പുറത്ത്. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംസാരം കേൾക്കാൻ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഈ മനുഷ്യൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാ, അതും വെറും എന്തിന്റെ ചായ കച്ചവടക്കാരനായ മനുഷ്യൻ. ആ മനുഷ്യൻ ഇറങ്ങിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സായിപ്പിനോട് പോയിട്ട് ഹിന്ദിയിൽ പറഞ്ഞു. സായിപ്പിന് ഹിന്ദി അറിയില്ല, ഹിന്ദിക്കാരൻ ഇംഗ്ലീഷ് അറിയില്ല. പക്ഷേ ലോകത്തിലൊരു ആംഗ്യ ഭാഷയുണ്ട്, നിങ്ങൾ വരും എന്നതാണ്. പേര് മുസ്ലിമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി, ഈ ആലിമിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ദീനിയായിട്ട് ഇങ്ങനെ ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഇന്ന് ചിരിച്ചു. അദ്ദേഹത്തിന്റെ നാട്ടിലെ കാര്യമേ അയാൾ കേട്ടില്ല. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞായിക്കോട്ടെ, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ അതിനോട് സഹകരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സഹകരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യൻ പിന്നീട് ഫിജി എന്ന് പറയുന്ന രാജ്യത്തിലെ ദീനി ദഅവത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തി. ഈ പറയുന്ന സാഹിബ് അറിയപ്പെടുന്ന പ്രബോധകന്. അദ്ദേഹം പിന്നീട് ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ച് കേൾക്കാൻ വേണ്ടി ചെന്ന ആലിമിനെ ലോകത്തിനറിയാം. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു പ്രബോധകനായി പിന്നീട് മാറി. പോയ എനിക്ക് എന്നെയും അറിയാം. പക്ഷെ ഞാൻ ഓരോ സംഘത്തിലും പോകുന്ന സമയത്ത് ആകെ ഉറ്റുനോക്കുന്നത് എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയ മനുഷ്യനെ. ആ മനുഷ്യനെ ഞാൻ എല്ലാ സദസ്സിലും ഇങ്ങനെ നോക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിൽ പിന്നെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പ്രബോധനം എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസൊക്കെ നന്നായിട്ട് പഠിച്ച് ചെയ്യലാണ് നല്ലതെങ്കിലും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ ചെറിയ ഒരു ടച്ചിങ് മതി. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ എന്നെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കരുത്. എനിക്കുണ്ടായ ഒരു അനുഭവം പറയും. ഞാൻ കോട്ടയ്ക്കൽ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പൊ ജമാഅത്ത് കഴിഞ്ഞിട്ട് യാത്ര കഴിഞ്ഞ് വരിക. അപ്പൊ ഒരു പയ്യൻ നിന്നിട്ട് അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അവന്റെ മുടി കണ്ടാൽ, അതേപോലെ തന്നെ പാന്റിന്റെ സൈഡ് കണ്ടാൽ, അവന്റെ പാൻസ് ഇങ്ങനെ ഇറക്കി പിടിച്ചതൊക്കെ കണ്ടാൽ ശരിക്കും ഫിഖിഹിയായ പ്രകാരം അവന്റെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് പറയാം. ശരിക്കും തോന്നി അവന്റെ പിന്നിൽ നിസ്കരിക്കണം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ ഈ തോന്നലല്ല പണി. അവിടെ നിന്നിട്ട് അവകാശം ഈ കുട്ടിക്ക് അതൊന്നും അറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിശാർത്തായി. പിന്നെ നിസ്കാരം ഭയങ്കര സ്പീഡിൽ പാദ്യനെ ചെല്ലുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര സ്പീഡിലായി അവന്റെ നിസ്കാരം കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ശരിക്കും പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കാനുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് സുന്നത്ത് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ അവൻ കാത്തു നിൽക്കുന്നുണ്ട് ഈ പയ്യൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ എന്റെ പിന്നിൽ നിസ്കരിച്ചോ? ഞാൻ പറഞ്ഞു, നിസ്കരിച്ചാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇമാമത്ത് കിട്ടുന്നത്. ജീവിതത്തിൽ ആദ്യം തന്നെയല്ല, എന്റെ നാട്ടിലോ എന്റെ വീട്ടിലോ ഞാൻ ഇമാമത്ത് നിന്ന് എന്റെ നാട്ടിൽ വിഭജിക്കുന്നത്. പക്ഷെ ഇന്ന് ആ പയ്യൻ, എന്നെ കുറിച്ച് പറയില്ല, ആ പയ്യനെ കുറിച്ച് പറയാം.
ഇന്ന് ആ പ്രദേശത്ത് ഏറ്റവും നന്നായി ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു പയ്യനാണ്. ഒരൊറ്റ തോണ്ടൽ മതി, ഒരൊറ്റ ഇഷാറത്ത് മതി, ചിലപ്പോൾ കുട്ടികൾ ചേഞ്ച് ആവും. നമ്മൾ ഇത്തരം കുട്ടികളൊക്കെ ഇങ്ങനെ ഒഴിവാക്കാൻ നമ്മൾ രക്ഷിതാക്കളാണ്. നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും. അവരൊന്ന് മുടിയൊന്ന് ഏറെ ഏതെങ്കിലും രൂപത്തിൽ വെട്ടി വന്നാൽ അവരെ ഒറ്റപ്പെടുത്തും. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അവരെ ആകെ ദൂരേക്ക് കളയും. പാടില്ല. നമ്മൾ കുട്ടികളെ എപ്പോഴും കൂടെ നിർത്തണം. എന്ത് മിസ്റ്റേക്സ് വന്നാലും കൂടെ നിർത്തണം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവരെ എങ്ങനെ സംരക്ഷിക്കാനല്ല, പകരം കൂടെ എപ്പോഴും ഉണ്ടാവും എന്റെ രക്ഷിതാക്കൾ എന്ന് തോന്നലുണ്ടാക്കണം. സഹാബാക്കൾ പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ ഒരിക്കലും പാപം ചെയ്യുന്നവരെ വെറുക്കാറില്ല, പാപികളെ വെറുക്കാറുണ്ട്. പാപത്തെ വെറുക്കാറുണ്ട്. പാപത്തെ വെറുക്കും, പാപം ചെയ്യുന്നവരെ വെറുക്കാറില്ലായിരുന്നു. അതൊക്കെ ശരിക്കും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്തൊരു രസം തന്നെ. പാപത്തെ വെറുക്കും. ഒരാൾ മദ്യപിക്കുന്ന ആളാണെങ്കിൽ ആ മദ്യപാനത്തെ നമ്മൾ വെറുക്കും. പക്ഷെ മദ്യപാനിയെ ഞങ്ങൾ വെറുക്കാറില്ല. കാരണം അയാളിൽ നിന്ന് മദ്യപാനം ഇല്ലാതെയായ പിന്നെ അയാൾ ശുദ്ധനാണ്. അതുകൊണ്ട് അതില്ലാതെയാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ അയാൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ചില മിസ്റ്റേക്സ് വരും. ആ മിസ്റ്റേക്സിന് അതിമനോഹരമായി ഡീൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയുടെ പേരാണ് ശരിക്കും പാരന്റിംഗ്. നമ്മുടെ കുട്ടികൾ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ വളരുന്നു എന്ന ഒബ്സർവേഷനാണ്. നിങ്ങളുടെ ഉപദേശത്തെക്കാൾ വലുത്, എന്റെ ഉപദേശത്തെക്കാൾ വലുത് നിരീക്ഷണമാണ്. നമ്മുടെ കുട്ടികളെ നിരീക്ഷിക്കണം. കുട്ടികൾ വ്യത്യസ്തമായ ഭാവങ്ങൾ. കുട്ടികളുടെ ഏതാണ് ആദ്യം നഷ്ടപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല. മദ്രസയിൽ ചിലപ്പോൾ നന്നായിട്ട് ഈമാനൊക്കെ പഠിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ തുടർച്ചയില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, വളരെ ശ്രദ്ധിച്ചു കേട്ടു. ഒരു നാട്ടിൽ ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിന് ഒരുപാട് ശിഖിരങ്ങളൊക്കെയായി ആ നാടിന് തണലായി നിന്നിരുന്ന മനോഹരമായ മരം. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുട്ടികൾ കളിക്കാറുണ്ടായിരുന്നു. യാത്ര പോകുന്നവർ അവിടെ വിശ്രമിക്കാറുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നടന്നിരുന്ന ഒരു വിശാലമായ മരം. ആ മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് ആളുകൾ ഇങ്ങനെ കാര്യങ്ങൾ പറയും. പഞ്ചായത്ത് പറയാനൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇപ്പൊ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് പഞ്ചായത്ത് പറയുന്നവർ, പ്രശ്നങ്ങൾ തീർക്കുന്നവർ. കുറെ കാലം കഴിഞ്ഞപ്പോ ഈ മരത്തിന്റെ ശിഖിരം ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ചുളുങ്ങാൻ തുടങ്ങി. അതിന്റെ ഇലകൾ ഇങ്ങനെ പൊഴിയാൻ തുടങ്ങി, പൂക്കൾ ഇങ്ങനെ പൊഴിയാൻ തുടങ്ങി, അതിലുള്ള ഫലങ്ങൾ പൊഴിയാൻ തുടങ്ങി, ആ കൊമ്പുകൾ ഇങ്ങനെ മെല്ലെ ഉണങ്ങാൻ തുടങ്ങി. ഈ സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഇലക്കമ്മറ്റി ഉണ്ടാക്കാം. എന്ത് കമ്മിറ്റി ഉണ്ടാക്കാം? ഒരു ഇലക്കമ്മറ്റി, ഒരു ലീഫ് കമ്മിറ്റി. അതിലൊരു പ്രസിഡന്റ്, അതിലൊരു സെക്രട്ടറി, അതിലൊരു ട്രഷറർ, അങ്ങനെ കുറച്ച് ആളുകൾ കൂടിയിട്ട്, ഒരു ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷനാണ്. കുറെ ആളുകൾ കൂടിയിട്ട് എന്താക്കി, അങ്ങനെ ആ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോ ചെയ്തത് എന്താണ്? കുറെ ഇലകൾ കൊണ്ടുവന്ന്, പ്ലാസ്റ്റിക് പോലെയുള്ള ഇലകൾ കൊണ്ടുവന്നതിന്റെ മുകളിൽ എന്താക്കി കൊണ്ടുവന്ന് വെച്ചു. വെയിലത്ത് വാടി, അത് മഴയത്ത് ചീഞ്ഞുപോയി, കാറ്റത്ത് പറന്നുപോയി. അധികകാലം അത് അവിടെ നിന്നില്ല, കാരണം വെച്ചു പിടിപ്പിച്ചതല്ല, നാച്ചുറൽ അല്ല. അപ്പൊ കുറെ ആളുകൾ കൂടിയിട്ട് പറഞ്ഞു, ഇവിടെയുള്ളത് പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഒരിക്കലും ലീഫല്ല, പ്രശ്നം പൂക്കൾക്കാണ്. അതുകൊണ്ട് നമുക്ക് പൂക്കമ്മിറ്റി ഉണ്ടാക്കാം. അങ്ങനെ പൂക്കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ്, പൂക്കമ്മിറ്റിക്ക് ഒരു ട്രഷറർ, അങ്ങനെ എല്ലാം ഉണ്ടാക്കി. കുറെ പൂക്കളെ കൊണ്ടുവന്ന് വെച്ചു. കുറെ കഴിഞ്ഞപ്പോൾ മഴയത്ത് ചീഞ്ഞു പോയി, വെയിലത്ത് വാടിപ്പോയി, ഇതേപോലെ തന്നെ പറന്നുപോയി. ശ്രദ്ധിക്കണേ. പിന്നെ ആളുകൾ കൂടിയിട്ട് പറഞ്ഞ ഫല കമ്മിറ്റി ഉണ്ടാക്കാം, നമുക്ക് ഫ്രൂട്ട്സിന്റെ കമ്മിറ്റിയാണ് ഉണ്ടാക്കണം. അങ്ങനെ ഫ്രൂട്ട്സ് കമ്മിറ്റി ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. ഇതേപോലെ തന്നെ സംഭവിച്ചു. കുറെ ആളുകൾ കൂടിയിട്ട് പറയാം, അതൊന്നുമല്ല പ്രശ്നം, ശിഖിര കമ്മിറ്റിയാണ് ഉണ്ടാക്കേണ്ടത്. ഇസ്ലാമിന്റെ അന്നത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഓരോരുത്തരും ഓരോ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും ഓരോ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ശിഖിര കമ്മിറ്റി ഉണ്ടാക്കി. അതും ഇതേപോലെ തന്നെ പാവം ഒരു വയസ്സായ ഒരാൾ, ആ നാടിനെ കുറിച്ച് അറിയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതൊന്നുമല്ല മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും പിരിഞ്ഞു പോയി. ഇനിയിപ്പോ നിങ്ങളാണോ ഇതിനൊക്കെ റെമഡി ഉണ്ടാക്കുന്നത്? അങ്ങനെയാണ് 4 ചെറുപ്പക്കാർ ഇയാൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിരുന്നപ്പോ അയാൾ പറഞ്ഞു കൊടുത്തത്, പണ്ട് ഇവിടെ ഒരു ചെറിയ തടാകമുണ്ടായി, കുളമുണ്ടായി. ആ കുളത്തിൽ നിന്ന് വെള്ളവും വളവും ഒക്കെ ഊറ്റിയെടുത്തിട്ടാണ് ഈ മരം ഇങ്ങനെയായത്.
എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആ കുളം അവിടെ കാണാനില്ല. അതുകൊണ്ട് ഈ കുളം ശരിയാക്കിയാൽ എല്ലാം ശരിയാകുക. അപ്പോ കേട്ടു നിന്ന ചില ചെറുപ്പക്കാർ പറഞ്ഞു, ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഇതാണോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പിരിഞ്ഞു പോയി. പക്ഷേ 2 ചെറുപ്പക്കാർ അത് കേട്ടു. അവരതിന്റെ സൈഡിൽ ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങി. നോക്കുമ്പോ പഴയ കാലത്ത് ഉറവ വന്നിരുന്ന ഒരു ചെറിയ കുഴി കണ്ടു. അതിനെ വൃത്തിയാക്കി, വെള്ളം വന്നു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ അതിന്റെ നേരെ നെറുകയിൽ തളിരിടാൻ തുടങ്ങി, പൂക്കൾ വരാൻ തുടങ്ങി, ഫലങ്ങൾ വരാൻ തുടങ്ങി. ഈ കഥ പറഞ്ഞുകൊണ്ട് ലോകത്തിലെ ഒരു ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്, ഓരോ മനുഷ്യന്റെയും അവസ്ഥ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ആ പൂവ് എന്ന് പറയുന്നത് അവന്റെ സംസ്കാരമാണ്. അതിന്റെ ഫലം എന്ന് പറയുന്നത് അവന്റെ സ്വഭാവങ്ങളാണ്. സ്വഭാവം സംസ്കാരം തമ്മിൽ ചില വ്യത്യാസം, മുആശറാത്ത് മഹലാത്ത് തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ മുആമലാത്ത്, സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മത എന്ന് പറയുന്നത് അതിന്റെ ശിഖിരങ്ങളാണ്. എന്നാൽ അതിന്റെ തടിമരമുണ്ടല്ലോ, അത് ഇബാദാത്ത് എന്ന് പറയുന്ന സാധനമാണ്. എന്നാൽ അതിന്റെ അടിയിലേക്ക് പോയ വേരുണ്ടല്ലോ, വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്ന വേരുകൾ, ആ വേരുകൾ എന്ന് പറഞ്ഞാൽ അത് ഈമാനിയാണ്. അപ്പൊ ശക്തമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ അതിന്റെ ഇബാദത്ത് വളരെ ശക്തിയുള്ളതാകും. മുആശറാത്ത്, അതിന്റെ സാംസ്കാരികത എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളതാകും. സാമൂഹികത എന്ന് പറയുന്നത് ശക്തിയുള്ളതാകും. സ്വഭാവരംഗവും എന്താകും? ശക്തിയുള്ളതാകും. എന്നാൽ ഈ ഒരു ചെറിയ ഇതുണ്ടല്ലോ, വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ചെറിയ തടാകം അല്ലെങ്കിൽ കുളം എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയാം? അത് ഹൃദയമാണ്. ഈ ഹൃദയത്തിലേക്ക് 4 കാര്യങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് കേൾവിയാണ്, ഒന്ന് പിന്നെ കാഴ്ചയാണ്, ഒന്ന് സംസാരമാണ്, ഒന്ന് ചിന്തയാണ്. ചിന്തകൾ മലീമസമാകുമ്പോൾ ഈ കുളം കേടാകും. സംസാരം മലീമസമാകുമ്പോൾ ഈ കുളം കേടാവും. അങ്ങനെ കേടായ ഉറവുകൾ വന്നിട്ട് അവസാനം മലീമസമായതിൽ നിന്ന് വെള്ളവും വളവും ഊറ്റിയെടുക്കുമ്പോൾ അതിന്റെ ശിഖിരങ്ങൾ മെല്ലെ ഇല്ലാതെയാകും. അഥവാ അവന്റെ സംസ്കാരം നഷ്ടപ്പെടും, അവന്റെ ഈമാൻ നഷ്ടപ്പെടും. കാരണം അവന്റെ അടിവേരാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ഇത് നഷ്ടപ്പെടും. അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് എവിടുന്നാണ്? ഈമാൻ എന്ന് പറയുന്ന ഈ ശക്തമായ വേര്. വേര് പുറത്തേക്ക് കാണാൻ പറ്റില്ല. എല്ലാ മരത്തിന്റെ വേരും ആടിയിൽ പതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ നാരായ വേര് എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന്റെ വേരായിരിക്കണം. അത് കൃത്യമായ ദീനിന്റെ വേരായിരിക്കണം. ആ വേര് എന്നൊക്കെ അവനിലുണ്ടോ, അവന്റെ സംസ്കാരത്തിൽ നമുക്കത് കാണാൻ പറ്റും, അവന്റെ സാമ്പത്തികത്തിൽ അത് കാണാൻ പറ്റും, അവന്റെ സ്വഭാവ രംഗത്ത് അത് കാണാൻ പറ്റും, അവന്റെ ഇബാദത്തുകളിൽ അത് കാണാൻ പറ്റും. ഇതെങ്ങാനും ഇല്ലാതെയായിപ്പോയാൽ, ഈ വേരിന്റെ ശക്തി ഇല്ലാതെയായിപ്പോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നഷ്ടപ്പെടുന്നത് അവന്റെ സംസ്കാരമാണ്. പിന്നെ നഷ്ടപ്പെടുന്നത് എന്തായിരിക്കും? അവന്റെ സാമ്പത്തിക രംഗമാണ്. പിന്നെ നഷ്ടപ്പെടുന്നത് അവന്റെ സാമൂഹിക ജീവിതമാണ്. ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും, ഞാനടക്കമുള്ള, എനിക്കുണ്ട് മക്കൾ, ഞാനടക്കമുള്ള രക്ഷിതാക്കളാണ് ഞാൻ പറയുന്നത്. അത് എന്നോടാണല്ലോ ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികളിൽ നിന്ന് ദീന് ഇല്ലാതെയായാൽ അവരുടെ സംസ്കാരം എന്നോ പൂക്കളെ പോലെ പൊഴിഞ്ഞു പോകും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുട്ടികളുടെ ആഴിയിലേക്കുള്ള ആ വേര് ഇല്ലാതെയായി പോയാൽ ഉറപ്പായിട്ടും അവന്റെ സംസ്കാരവും സാമൂഹികതയും കുടുംബവും എല്ലാം തകരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് ഉദാഹരണങ്ങളാണ് നേരത്തെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സൂചിപ്പിച്ചത്. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ പോയാൽ കുട്ടികളൊക്കെ രക്ഷപ്പെടുന്നു. ഞാൻ പലയിടത്തും പ്രോഗ്രാമിന് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ മലയാളികൾ പറയാറുള്ളത്, ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ. കാരണം അവിടെ പ്രോപ്പറായിട്ട് എന്ത് കിട്ടുന്നില്ല, മതപരമായ കാര്യങ്ങൾ കിട്ടുന്നില്ല. സ്കൂളിന്റെ ടൈമിങ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്, പിന്നെ കുറെ വേറെ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ആയിട്ട് യൂറോപ്പിൽ നിന്ന് പോലും വ്യതിചലിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർ നമ്മളിപ്പോ യൂറോപ്പിലേക്കാണ് അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. 100 വർഷം മുമ്പ് അവിടെ എന്തൊക്കെ നടന്നുവോ അതാണ് ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത്, കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും നമ്മുടെ കുട്ടികളെ ശാസ്ത്രീയപരമായി വളർത്തിയെടുക്കുക എന്നതൊരു ഭാഗമുണ്ട്. ആകെ 4 ഭാഗങ്ങളെ പൂർത്തിയാക്കേണ്ടതുള്ളൂ നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളിൽ. ഒന്ന് അവരുടെ ഫിസിക്കൽ ഗ്രോത്താണ്, മറ്റൊന്ന് ഇന്റലക്ച്വലാണ്, പിന്നൊന്ന് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്, മറ്റൊന്ന് സ്പിരിച്വാലിറ്റി. അഥവാ അവന്റെ ഹൃദയവും ബുദ്ധിയും ആത്മാവും ശരീരവും, ഈ 4 ഒരേപോലെ നമ്മൾ ഒബ്സർവ് ചെയ്യും. നിങ്ങൾ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു, ശരി, നല്ലത്. പക്ഷെ സ്കൂളിന്റെ സബ്ജക്റ്റിൽ എവിടെയെങ്കിലും നിങ്ങൾ പറ, എവിടെയെങ്കിലും
മാതാവ് കഷ്ടപ്പെടുന്ന സമയത്ത് സ്നേഹിക്കാൻ പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ പറ. ഞാൻ കണ്ടിട്ടില്ല. ലിറ്ററേച്ചറുകൾ ഒരുപാട് നമ്മൾ പഠിക്കുന്നു. ഷേക്സ്പിയറിന്റെ ലിറ്ററേച്ചർ പഠിച്ച കുട്ടികൾ ഒരുപാടുണ്ട്. ട്രാജഡി, കോമഡി, കോമിക് ട്രാജഡി, ട്രാജിക് കോമഡി എല്ലാം നമ്മൾ പഠിച്ചു. റെയിനെ കുറിച്ച് പഠിച്ചു, മാക്ബത്തിനെ കുറിച്ച് പഠിച്ചു, ക്ലിയോപാട്രയെ കുറിച്ച് പഠിച്ചു, അതേപോലെ തന്നെ ആരെ കുറിച്ച്, ഡെസ്റ്റിമോണയെ കുറിച്ച് പഠിച്ചു. എല്ലാവരും കാമുകിമാർ. എല്ലാവരും ആരാണ്? കാമുകിമാർ. പ്രതിഭയായ വലിയൊരു മനുഷ്യനെ, മാർക്ക് ആന്റണി എന്ന് പറയുന്ന മനുഷ്യനെ ഏറ്റവും നീചമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ക്ലിയോപാട്രയെ നമ്മൾ കാണുന്നു. മാർക്ക് ആന്റണി ഒരു ചരിത്ര പുരുഷനാണ്. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഫ്രാൻസിലാണ്. ആ മാർക്ക് ആന്റണിയെ തകർത്തെറിഞ്ഞത് ഈ ഒരു പ്രണയമാണ്. ഇങ്ങനെ പ്രണയത്തെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചും മാത്രം പറഞ്ഞ് പൊലിപ്പിച്ചിട്ട് ലിറ്ററേച്ചർ ഒരു ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഞാനതിന് മോശമല്ല, കടന്നു പോകുമ്പോൾ അധ്യാപകർ വന്നിട്ട്, സയൻസിന്റെ അധ്യാപകർ വന്നിട്ട് കുട്ടികളോട് ചിലപ്പോൾ ഇവിടെ ഉണ്ടാകില്ല, സ്കൂളുകളിൽ ദൈവം ജീവിച്ചിരിപ്പുണ്ടോ, അതിന്റെ പിന്നിൽ എന്താ തെളിവുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കുട്ടികളാകെ ഡിലമയിലാകും. എന്താ കാരണം? ഇയാൾ സയൻസിന്റെ അധ്യാപകനാണ്. ഞാൻ നേരത്തെ ടീച്ചേഴ്സിനോട് പറഞ്ഞു, എല്ലാ അധ്യാപകരെക്കാളും ദീനി പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് ബുദ്ധി ഉണ്ടാകേണ്ടത്. അവരാണ് റെഫർ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. അവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കേണ്ടത്. അവരാണ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. കാരണം അധ്യാപകർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ അപ്രാപ്യമായ ഒരു അവസ്ഥയിലേക്ക് പോകണം. അവരെല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്നവരാണെങ്കിൽ പോലും അധ്യാപകർ ഓരോ വർഷം കൂടുന്തോറും എന്തോ ഒരു ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കോൺഫിഡൻസ് ഓരോ കുട്ടികൾക്കും ഉണ്ടാകും. അവൻ സയൻസ് പറയണം, അതിനെ റെഫർ ചെയ്യണം, ആധുനിക കാലഘട്ടത്തിന്റെ ലോകം അവർ ചർച്ച ചെയ്യണം. അത് ഒരു പാരന്റിൽ നിന്നും നടക്കും. പാരന്റ്സിന് വലിയ ഒരു ധൈര്യം കുട്ടികൾക്കുണ്ടാകും. എൻ്റെ ഉപ്പ ഒന്നും അറിയാത്ത ഒരാളാണ്, എൻ്റെ ഉമ്മ ഒന്നിനും പറ്റാത്ത ഒരാളാണ് എന്ന് കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളിൽ നിന്ന് അവർ പടിയിറങ്ങും. ഇനി അത്ര കേപ്പബിലിറ്റി നമുക്കില്ല, ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ല, അങ്ങനെ ചിന്തിക്കാനോ വായിക്കാനോ പറ്റുന്നില്ല. സ്നേഹം കൊണ്ട് ഇരുത്തണം അവരെ, സ്നേഹം കൊണ്ട് അവരെ നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ഉമ്മയാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാനെപ്പോഴും ആലോചിക്കാം, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, നഫീസ എന്ന പേര് പോലും മലയാളത്തിൽ നല്ല പോലെ എഴുതാൻ പറ്റാത്ത ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ. എൻ്റെ അയൽവാസികളൊക്കെ ഭാവിയിൽ ഒരു പക്ഷേ യൂട്യൂബിൽ ഇത് കേട്ടുപോയി. ഞാൻ ആവർത്തിച്ച് പറയും, കാരണം അന്ന് എന്നിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. മദ്രസയിൽ പള്ളിക്കൂടം അങ്ങോട്ട് മാത്രമേ പഠിക്കാൻ പോയിട്ടുള്ളൂ. എന്നിട്ട് സാക്ഷരതാ മിഷൻ കൊണ്ടുവന്ന സമയത്താണ് നഫീസ എന്ന പേര് എഴുതാൻ പാവങ്ങൾ. എൻ്റെ ചെറുപ്പത്തിലായി സാക്ഷരതാ മിഷനൊക്കെ വരും. ഞങ്ങളുടെ അയൽവാസിയായാലും അത് ചേച്ചിയാണ് ആദ്യം നഫീസ എന്നുള്ള പേരൊക്കെ എഴുതി പഠിപ്പിക്കുന്നത്. സൂറത്താത്ത, കുലത്താത്ത, എൻ്റെ ഉമ്മ, അങ്ങനത്തെ ആൾക്കാർ. പക്ഷേ ഇന്നും ഈ ലോകത്തിൽ, ഞാനിങ്ങനെ വെറുതെ പറയല്ല, ഇന്നും ഈ ലോകത്തിൽ ഏറ്റവും ശക്തമായ സ്ത്രീ ആരെന്ന ചോദ്യത്തിന് എന്റെ ജീവിതത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടുള്ളത് എൻ്റെ ഉമ്മയാണ്. കാരണം ഓരോ സന്ദർഭത്തിലും ഇങ്ങനെ ഇടപെടുന്നത് കാണുമ്പോൾ എവിടെയൊക്കെയോ വെച്ചൊരു PhD എടുത്തത് പോലെ അവർ ഫീൽ ചെയ്യാം. അക്ഷരാഭ്യാസമില്ലെങ്കിൽ പോലും മക്കളെ ഇങ്ങനെ നിലക്കു നിർത്തുന്നതിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു എൻ്റെ മകൾ. മഗ്‌രിബ് കഴിഞ്ഞാൽ ക്രിക്കറ്റിന്റെ ബാറ്റ് താഴെ വീഴണമെന്ന് നമ്മൾ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയാണ്. ഓരോ ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഞാൻ എന്നെ കുറിച്ച് പറയുന്നു, ഏത് ഗോൾ അടിക്കുന്ന സമയത്താണെങ്കിലും മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് കേറിപ്പോരണമെന്ന കമാൻഡിങ് എന്റെ മാതാവാണ് എന്നെ പഠിപ്പിച്ചത്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ആദ്യം നീ ഖുർആനാണ് എടുത്ത് ഓതേണ്ടത് എന്ന് ഞങ്ങളുടെ ഉമ്മയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഞാൻ കാണുന്ന അന്നൊക്കെ, ഞാൻ എൻ്റെ ഉമ്മയെ പറ്റി സംസാരിക്കേണ്ട, കാണുന്ന അന്നൊക്കെയും 3:30 മണിക്ക് എഴുന്നേറ്റെടുത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ ചെറുപ്പക്കാലം മുതലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഓരോ മാതാക്കളും ഈ തീക്കനലുള്ള എഡ്യൂക്കേഷനേക്കാൾ കൂടുതൽ ഉണ്ടാകേണ്ടത് ഈ തീക്കനൽ. നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ഓപനത്വത്തോടെ, സ്നേഹത്തോടെ. ദീനിന്റെ കാര്യം വരുന്ന സമയത്ത് സ്ട്രിക്റ്റോടെ. കാരണം മാതാക്കൾ സ്ട്രിക്റ്റ് ആകുമ്പോൾ, മാതാക്കളൊന്ന് നന്നാകുമ്പോൾ സത്യത്തിൽ കുട്ടികളൊക്കെ നിർവഹിക്കും. പിതാക്കന്മാർ എത്ര നേരമായിട്ടും കാര്യമില്ല, അങ്ങനെ പറയണമെന്നൊന്നും വിചാരിക്കും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ, എത്രയോ ശക്തമായ പ്രവാചകൻ, വർഷങ്ങളോളം ആളുകളെ പ്രബോധനം ചെയ്ത, ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ വലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രവാചകൻ, രാവും പകലും ഞാൻ പ്രബോധകനായിരുന്നു എന്ന് വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ അല്ലാഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പ്രബോധകൻ. പക്ഷെ അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ലാസ്റ്റ് പറയുന്നത്, വിട്ടേക്ക് നൂഹേ,
അവൻ നിങ്ങളിൽപ്പെട്ടവനല്ല, വിട്ടേക്ക് എന്ന്. എന്റെ മകനെ എന്റെ കൂടെ എന്ന പ്രാർത്ഥന വരുന്ന സമയത്ത് വിട്ടേക്ക് നൂഹേ, അവൻ നിന്നിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ പറയും. എന്താ കാരണം അറിയോ? ഉമ്മയാണ് വളർത്തിയത്. തഫ്സീർ എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും. ബാപ്പ ഒരുപാട് കെഞ്ചി പിന്നാലെ ഉണ്ടായിരുന്നു. ദീനി പ്രബോധകനായ ഈ മഹാമനുഷ്യൻ, അത് ഉലുൽ അസ്മിലെ ആദ്യത്തെ പേരാണ് നൂഹ് നബി. 5 പ്രവാചകന്മാരെ ഉലുൽ അസ്മിൽപ്പെട്ടവർ. ഉലുൽ അസ്മ ഖുർആന്റെ വാക്കാണ്. അതിൽ ആദ്യത്തെ ക്രോണോളജിക്കലി ആദ്യത്തെ ആളാരാ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ടാമത്തെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മൂന്നാമത്തെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. നാലാമത്തെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അവസാനത്തെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രോണോളജിക്കലി ആദ്യത്തെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ. എന്നിട്ടും സ്വന്തം മകനെ കൂടെ കിട്ടിയില്ല. എന്താ കാരണം എന്നറിയോ? തഫ്സീറുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, ഉമ്മ ഈ പിതാവിനെ എതിർത്തിരുന്ന മനുഷ്യ സ്ത്രീയാണ്. ഉമ്മയുടെ കൂടെയായി കുട്ടി കൂടിയത്. ഞാനിപ്പോ സംസാരിക്കുന്ന എന്റെ സംസാരത്തിൽ മദർ ടങ് ഉണ്ട്. മാതൃഭാഷയാണ്, മാതാവിൻ്റെതാണ് ഭാഷ. മലയാളത്തിൽ മാത്രമല്ല പറയാ, എന്റെ സൈക്കോളജിക്കൽ അനാലിസിസ് ഉണ്ട്. കൂടുതൽ നമ്മുടെ സ്ലാങ് വരുന്ന ഉമ്മയുടേതാണ്. വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ബാപ്പൊരു ഇംഗ്ലീഷുകാരനും ഉമ്മൊരു മലയാളിയാണെങ്കിൽ കുട്ടികളെ കൂടുതൽ സംസാരിക്കാൻ ഏതായിരിക്കും? മലയാളി. കാരണം എപ്പോഴും ഉമ്മന്റെ കൂടെയാണ് ആരും നടക്കുന്നത്, കുട്ടികളുടെ. അവർ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനായിട്ടുള്ള ഇത്രയും വലിയ ആളുകളുടെ മക്കളെ പോലും നേരെയാകാത്തതിന്റെ കാരണം മാതാക്കളുടെ പ്രശ്നമാണ്. ഞാൻ മാതാക്കളെ കുറ്റപ്പെടുത്തല്ല. എന്നാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുമ്പോൾ ആകെ അങ്ങോട്ട് ചെല്ലുന്നത്, മകനെയും ഭാര്യയും അവിടെ നിക്ഷേപിച്ചതിന് ശേഷം അങ്ങോട്ട് ചെല്ലുന്നത് കാര്യമായിട്ട്, അടുത്ത് പോകാറുണ്ടെങ്കിലും കാര്യമായിട്ട് ചെല്ലുന്നത് എന്തിനാണ് നമുക്കറിയാം? ഖുർബാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്തും ഞാൻ ക്ഷമയുള്ളവനായി കിടന്നു തരുമെന്ന് സ്വന്തം പിതാവിനോട് പറയുന്ന, അതും കമിഴ്ത്തി കിടത്തിക്കോളൂ എന്ന് തഫ്സീറുകളിൽ കാണുന്ന, എന്റെ കണ്ണുനീര് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്താപം ഉണ്ടാകരുത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകനെ നമുക്ക് കാണാൻ പറ്റും. അതെന്താണെന്നറിയോ? വളർത്തിയത് ഹാജറ എന്ന് പറയുന്ന സ്ത്രീയാണ്. ഓരോ ഭാഗത്തേക്കും ഓടുമ്പോ, സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക് ഓടുമ്പോ ആ സമയത്തൊക്കെയും പ്രതീക്ഷയുണ്ടായിരുന്നു ആരെങ്കിലും വരുമെന്ന്. ആരെങ്കിലും വരും, ആരിലേക്കോ പ്രതീക്ഷിച്ചു. കാരണം യാത്രക്കാർ വരുമോ, യാത്രാ സംഘം കടന്നു പോകുമോ, ആരെങ്കിലും ഒരാളുടെ ബേജാറാണ്. അവസാന ഘട്ടത്തിലുണ്ടല്ലോ, അവസാന ഘട്ടത്തിൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മാത്രം മതി എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസമിനെ പുറപ്പെടുവിച്ചു. സംസം കേൾക്കാൻ അത്ര മനോഹരമായ പദം, പക്ഷെ അത് ആരറിയുന്നു? അതൊരു പാവം സ്ത്രീയുടെ 2 കണ്ണുനീരാണ്. അല്ലാതെ എനിക്ക് പറഞ്ഞു വരികയാണ്, എന്നെ വല്ലാതെ ആകർഷിച്ചു വരികയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സംസം കേൾക്കാൻ അത്ര മനോഹരമായ പദം, പക്ഷെ ആരറിയുന്നു? ഒരു പാവം സ്ത്രീയുടെ 2 കണ്ണുനീരാണ്. ആ തൗഹീദിന്റെ അങ്ങേ തലയിലെത്തിയിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ വിളിച്ചപ്പോഴാണ് ഇത് പുറപ്പെടുന്നത്. ആ പുറപ്പെടലാണ് ഇക്കണ്ട എല്ലാം ഉണ്ടാകുന്നത്. ആ വെള്ളം കൊണ്ടാണ് അവിടെ സംസ്കാരം ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് കൺസ്ട്രക്ഷൻസ് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് പിന്നീട് സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാകുന്നത്. എല്ലാം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആ സംസം കിടക്കുന്നത്. ഒരു പാവം സ്ത്രീയുടെ കരച്ചിൽ, ഒരു പാവം സ്ത്രീ. അതുകൊണ്ട് ഓരോ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ മക്കളെ വളർത്തുന്ന സമയത്ത് യഖീനിന്റെ, ഹിദായത്തിന്റെ, തൗഹീദിന്റെ യഥാർത്ഥ ലോകത്തിലേക്ക്, ആഴിയിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു ശ്രദ്ധ ഓരോ മാതാക്കൾക്കും പ്രത്യേകിച്ചുണ്ട്. പിതാക്കന്മാർക്ക് ഉണ്ടാകണം നിർബന്ധം, പക്ഷെ മാതാക്കൾക്ക് ഒന്നുകൂടി മികച്ചതായി. നമ്മളിപ്പോ കുട്ടികളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതെന്താ കാര്യം? ഒരേ വാപ്പ തന്നെ പറയുന്നു ഇങ്ങനെ ആകണം, അതേ വാപ്പ തന്നെ അങ്ങനെയും നടക്കും. കുട്ടികൾ കൺഫ്യൂഷനിലാണ്. അങ്ങനെ തന്നെ നമ്മൾ മൊത്തത്തിൽ എങ്ങനെയാണ് അത്? ക്ഷമിക്കണം, ഞാൻ പറയാം. മൺഡേ ടു ഫ്രൈഡേ ജോലിയിലാണ്. ഇവിടെ ഫ്രൈഡേ ഓഫാണെന്ന് തോന്നുന്നുണ്ട്. ദുബായിലാണ് സാറ്റർഡേ സൺഡേ. അപ്പൊ ഫ്രൈഡേ ഈവനിങ് ആയതുകൊണ്ട് പോവാണ്. പിന്നെ ശനി ഭയങ്കര ഉഷാറായിട്ട് ഇതാക്കുകയാണ്. പിന്നെ ഏതിലേക്ക് പോവുക തന്നെയാണ്? ജോലിയിലേക്ക് പോവാണ്. ഒരു റൊട്ടേഷൻ, ഒരു സൈക്കിളിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വാപ്പക്ക് ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്, ലഘൂണും അതേപോലെ തന്നെ പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് കാണാൻ. അവിടെ പോവാ, ഫുഡ് കഴിക്കാൻ ഭയങ്കര ഉഷാറായിട്ട് വരിക. കുറെ കഴിഞ്ഞാൽ ആര് വാപ്പ മരിച്ചു പോകുന്നു, ഉമ്മ മരിച്ചു പോകുന്നു, പിന്നെ ഈ കുട്ടിയും ഈ കോർഡിനേഷൻ ഇങ്ങനെ ഇരിക്കുന്നു. കുറെ കാലം കഴിഞ്ഞാൽ കോർഡിനേഷനെ ഇങ്ങനെ മാറി മാറി വരുന്നു. ഇതന്നെ നേരെ മറിച്ചിട്ട് നമ്മുടെ മകനെ വെച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എന്റെ മകൻ ഉയരണമെന്ന്? ഡോക്ടർ എഞ്ചിനീയർ അതൊക്കെ ആക്കിക്കോ, നിങ്ങൾ അതൊക്കെ ആക്കിക്കോ. മോനോൻ അബുൽ ഹസൻ നബി സാഹിബ് എല്ലാവർക്കും അറിയാം.
നബി സാഹിബ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാപണ്ഡിതനായി മാറിയ വലിയ മനുഷ്യനാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ മേരി പ്യാരി അമ്മി ജാൻ എന്നാണ്. എന്റെ സ്നേഹവാചനമായ മാതാവ്. അധികം എഴുത്തേക്കൊന്നും മാതാക്കളെ കുറിച്ച് എഴുതാനുള്ള യോഗം ഉണ്ടായില്ല. എന്റെ സ്നേഹവാചനമായ മാതാവ് എന്ന് എഴുതി മേരി പ്യാരി അമ്മി ജാൻ. ഖുർആൻ പഠിച്ചതിന് ശേഷം ഓക്സ്ഫോർഡിലേക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ എനിക്കും പോകണമെന്ന് ആവശ്യപ്പെട്ടൊരു മോനാണ്. അന്ന് ഉമ്മ കനപ്പെട്ട ഒരു കത്തെഴുതുന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ പോയിക്കോ, ഇവിടൊക്കെ പോയിട്ട് നീ പഠിച്ചോ, പക്ഷെ ഖുർആന്റെ തുടർച്ചാ പഠനത്തിന് ശേഷം പോയിക്കോ. ഒരു കാലഘട്ടം വരും മോനെ, ഒരു കാലഘട്ടം വരും ഈ യൂണിവേഴ്സിറ്റികൾ, ആ പാവം മനുഷ്യ സ്ത്രീ പറഞ്ഞ വാർപ്പെന്നറിയിച്ചിട്ട് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ നിന്നെ വിളിക്കുന്ന കാലം വരും. അല്ലാഹു തൗഫീഖ് നൽകി. ഇതിൽ ഓക്സ്ഫോർഡിൽ പോയവരാരൊക്കെ പ്ലീസ് ഇല്ല, ആരുമില്ല. നമ്മളൊന്ന് പോകണം, അവിടുത്തെ ഇസ്ലാമിക് ഷെയറിലൊന്ന് പോകണം, അവിടെ എഴുതി വെച്ചിട്ടുള്ള പേരൊന്ന് കാണണം. അതിലേറ്റവും പ്രധാനപ്പെട്ട പേര് മൗലാന അബുൽ ഹസൻ അലി അന്നദവി എന്ന പേരാണ്. എങ്ങോട്ടാണോ പഠിക്കാൻ വേണ്ടി പോകാൻ ആഗ്രഹിച്ചത് അവിടെ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, അവിടെ റെഫറൻസ് ആയിട്ട് പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ ലോകത്തിന്റെ വ്യത്യസ്തമായ ഏരിയയിൽ പോയി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒരുപാട് പ്രഭാഷണങ്ങൾ. അപ്പൊ ദീനിയായ അവസ്ഥയിൽ കുട്ടികൾ ഡോക്ടറാക്കിക്കോ എഞ്ചിനീയർ ആക്കിക്കോ എന്തു നിങ്ങളാക്കിക്കോ, പക്ഷെ കുട്ടികളെ ദീനീപരമായ മോശയിൽ വാർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ എങ്ങനെയായിരിക്കും നമ്മുടെ കുട്ടികളാവുന്നത്? ലോകത്തിന് ഉതകുന്ന കുട്ടികളായിട്ട് മാറും, ഉറപ്പാണ്. അവരെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ പർപ്പസ്ഫുള്ളി പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. പർപ്പസാണ് നമ്മുടെ മുന്നിലുള്ളത്, ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എന്താണ്? നിർബന്ധമായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളെ ഇന്നടത്ത് എത്തിക്കുമെന്ന ലക്ഷ്യം. അത് ചെറുപ്പത്തിലെ വെക്കാം. ഇവിടെ ഇപ്പൊ നേരെ MES ടീച്ചർ വന്നിട്ട് എന്നോട് ചോദിച്ചു, കുട്ടികളെ ചെറുപ്പത്തിൽ ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റുക? വ്യത്യസ്തമായ ടെസ്റ്റുകളുണ്ട്. ഇവരോടൊക്കെ ചോദിച്ചാൽ അത് പറഞ്ഞുതരും. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ് ഉണ്ട്, സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ എന്തിനാണ്? നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. നമ്മുടെ കുട്ടികളുടെ സോൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾ ഒരിക്കലും രക്ഷിതാക്കള് കുട്ടികൾക്ക് സ്കില്ലും പാഷനും യോജിക്കാത്ത സ്ഥലത്തേക്ക് വല്ലാണ്ട് പറഞ്ഞയക്കണം. സ്കില്ലും പാഷനും, ഉദാഹരണത്തിന് ഞാൻ പറയാം, എനിക്ക് കൗൺസിലിംഗിൽ സ്കില്ലുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്, പക്ഷെ എനിക്ക് ഇല്ലാത്തൊരു സാധനം ഏതാണ്? പാഷൻ. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയേണ്ട ആരും എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വരും. കാരണം എനിക്കൊരാളുടെ പ്രശ്നം 1.5 മണിക്കൂറിൽ നിന്ന് കേൾക്കാൻ കഴിയില്ല. കഴിഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാരണം ഇത് പാഷനും കൂടി വേണം. പാഷൻ ഇല്ലാത്ത ഏരിയയിലേക്ക് പോയ വെറും സ്കില്ലുണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പൊ UK സ്കില്ലായിരുന്നു മുമ്പ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പൊ അതിന് പാഷൻ കൂടി എംബഡ് ചെയ്തു. കാരണം കുട്ടികളുടെ പാഷൻ ഇല്ല. ഉദാഹരണത്തിന് നല്ല സ്കില്ലാണ് ഫുട്ബോളിൽ ആർക്ക്? മെസ്സിക്ക്, നിങ്ങൾ പറയുന്ന റൊണാൾഡോ നല്ല സ്കില്ലാണ്, പക്ഷേ അവർക്ക് ക്രിക്കറ്റിൽ പാഷൻ ഇല്ല. ഉണ്ടോ? ഇല്ലല്ലോ. അവർക്ക് ഫുട്ബോളിലെ പാഷൻ സ്കില്ലും ഉള്ളൂ. മെസ്സി ഈസ് ദ ഹീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ഫുട്ബോൾ. അബ്സല്യൂട്ട്ലി മെസ്സി ഈസ് ദ ഹീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ക്രിക്കറ്റ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് ഏതെങ്കിലും മേഖലയിലേക്ക് വിട്ടാൽ ആ മേഖലയിൽ അവർ പരാജിതരാകും. അവർക്ക് പറ്റുന്ന സ്കില്ലും അവർക്ക് പറ്റുന്ന പാഷനും വാല്യൂസും, ഇപ്പൊ വാല്യൂസും കൂടി അഡീഷണലി പറയുന്നു. ഉദാഹരണത്തിന് ഒരു കുട്ടി ഡോക്ടറായി, അവൻ പഠിച്ച വാല്യൂസ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, അവൻ പഠിച്ച പാഷൻ ഒക്കെ ഉണ്ട്. ആ വാല്യൂസിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി അത് കിട്ടിയും. അങ്ങനെ എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്, മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത പ്രയാസപ്പെടുന്ന ഡോക്ടേഴ്സ്. ഡോക്ടർ അവരോട് ചോദിച്ചാൽ അറിയാം. കാരണം ഹോസ്പിറ്റലിന്റെ മേധാവി പറയാണ്, എന്ത് നിങ്ങൾ ഇങ്ങനെ ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടേയിരിക്കണം, കാരണം ഞങ്ങളിത് അടവര് വാങ്ങിച്ചതാണ് അല്ലേ, അങ്ങനെയാണ്. അതുകൊണ്ട് മാസത്തിൽ ഇത്ര ഫണ്ട് ടെസ്റ്റിന്റെ പേരിൽ അങ്ങോട്ട് വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടർ എന്ന അർത്ഥത്തിൽ സ്കില്ലുണ്ടാവും, ഡോക്ടർ എന്ന അർത്ഥത്തിൽ പാഷൻ ഉണ്ടാവും, പക്ഷെ വാല്യൂസ് അവിടെ ഉണ്ടാവും, മിസ്മാച്ച് ആവും, വാല്യൂസ് ഉണ്ടാകില്ല. എത്രയോ ആളുകൾ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. കാരണം അവിടെ വാല്യൂസിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പൊ വാല്യൂസ് ലാസ്റ്റ് ഘട്ടമാണ്. അതും കൂടി ഫുൾഫിൽ ചെയ്താലേ നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും എത്തും. അല്ലെങ്കിൽ അവർ തോന്നുന്ന രീതിയിലുള്ള ആളുകളാണ്, തോന്നുന്ന രീതിയിൽ
ചിലപ്പോ സ്വന്തം മാതാവിന് ഓപ്പറേഷൻ ചെയ്യാൻ വരെ 10 ലക്ഷം രൂപ വേണമെന്ന് പറയുന്ന ഡോക്ടറായിട്ട് നമ്മുടെ ഡോക്ടർമാർ മാറും, നമ്മുടെ മക്കള് മാറും. വെറും കാൽക്കുലേഷനിലൂടെ നമ്മളെ കുട്ടികളെ കൊണ്ടുപോകാൻ. ചിലപ്പോൾ കൂടെ ബെഞ്ചിലിരുന്നിട്ട് പഠിച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ജോസ് പെരിയാപുരത്തിന് ആ മനുഷ്യൻ എനിക്ക് മറക്കാൻ കഴിയില്ല. 17-ാം വയസ്സിൽ ഒരു ആക്സിഡന്റ് പറ്റി എന്റെ കൂട്ടത്തിലുള്ള ആൾ മരിച്ചു. ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 17 വാരിയലുകൾ എന്ന് പറയുന്നതിൽ എത്ര ഉണ്ട്. അത് വാരിയലിൽ നിന്ന് 5 എണ്ണം നേരെ ലിവറിലേക്ക് കുത്തി ഇങ്ങനെ രക്തം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് എമർജൻസി ഓപ്പറേഷൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ 7 to 7 അദ്ദേഹം 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ. പക്ഷെ ആള് മരിച്ചു. 17-കാരനായ ഞാൻ ഇങ്ങനെ ബില്ലും കൊണ്ട് നിൽക്കാൻ അന്നേ പൈസ 2.25 ലക്ഷം എവിടുന്ന് ഉണ്ടാക്കും? ആ 2.25 ലക്ഷം രൂപ പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ആലോചിച്ചപ്പോ ജോസ് പെരിയാപുരം ആ ബില്ലും കണ്ട് വാങ്ങിയിട്ട് 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ഫീസാണ്. അതിലിങ്ങനെ പാർക്കർ പേന കൊണ്ടാണ് തടഞ്ഞിട്ട് അവിടെ ഒരു സൈലന്റ് എന്ന് പറഞ്ഞു, മോനെ ബാക്കിയുള്ളത് ഒപ്പിച്ചോ. അതായിരിക്കണം ഒരിക്കലും കഴിവില്ലെന്ന് കണ്ടപ്പോ തന്റെ 12 മണിക്കൂറിനെ പാവപ്പെട്ട ഈ മനുഷ്യന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ജോസ്. ആ ജോസ് ചാക്കോന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഒരു ഇവന്റ് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു ഇത് പറഞ്ഞാൽ മനസ്സിലാവും, ഒരു രംഗം പറഞ്ഞാൽ മനസ്സിലാവും. അതെന്താ? 1 മണിക്കൂർ കൊണ്ട് ഹൃദയം മാറ്റി വെച്ച ഡോക്ടർ. കേരളത്തിൽ അതൊന്നും ഉണ്ടായിരുന്നു. ഓർമ്മയില്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള ഹൃദയം കൊണ്ടുവന്നിട്ട് എറണാകുളത്ത് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പാനൽ പറഞ്ഞപ്പോൾ, ഡോക്ടേഴ്സിന്റെ പാനൽ പറഞ്ഞപ്പോൾ ഗോഡ് ഈസ് ദയർ, ദൈവമുണ്ടവിടെ എന്ന് പറഞ്ഞ പാവം മനുഷ്യൻ, ആ മനുഷ്യനെ പിന്നെ ഹൃദയം മാറ്റി വെച്ചു. അതാണ് ജോസ് പെരിയാപുരം. വിശ്വാസം ഏതുമാകട്ടെ, മതം ഏതുമാകട്ടെ, പക്ഷേ പടച്ചോൻ എല്ലാവരും ഉണ്ടാവുമെന്നൊരു കളിയെടുക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ ഏത് തരത്തിലുള്ള ഡോക്ടേഴ്സ് ആകണം, ഏത് തരത്തിലുള്ള എഞ്ചിനീയേഴ്സ് ആകണം, ഏത് തരത്തിലുള്ള കളക്ടേഴ്സ് ആകണം, ആ ഒരു രംഗത്തേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സിസ്റ്റങ്ങൾ നടപ്പിലാക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഞാൻ നെഗറ്റീവിലേക്ക് ഇനിയും വരുന്നില്ല. എത്രയോ കുട്ടികളുടെ, എത്രയോ ഉമ്മമാരുടെ ആർത്ത് കരച്ചിലുകൾ ഈ മൊബൈലാണ്. ചിലപ്പോൾ അതിങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വന്നു. കുട്ടികൾ നഷ്ടപ്പെടുന്നതിൻ്റെ, കുട്ടികളുടെ കൾച്ചർ നഷ്ടപ്പെടുന്നതിൻ്റെ, നട്ടപ്പാതിരയ്ക്ക് എൻ്റെ റൂമിൽ വന്നിട്ട് മുട്ടുന്നു സാർ എന്ന് പറയുന്നതിൻ്റെ, നിങ്ങൾ എവിടെ അതിനൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്? ഡ്രഗ് അഡിക്ഷനായിട്ട് മാതാവിനെ പോലും തിരിച്ചറിയാത്ത കുട്ടികൾ നട്ടപ്പാതിരയ്ക്ക് വന്നിട്ട് സാർ എൻ്റെ റൂമിൽ വന്ന് മുട്ടുന്നു, ഞാനൊരു ഉമ്മയായിട്ട് അവന് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എവിടുന്നുണ്ടായി കുട്ടികൾ? വാല്യൂസ് നഷ്ടപ്പെട്ടിട്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ട്, തോന്നിയ പോലെ ജീവിച്ചിട്ട് മൈ ലൈഫ് മൈ റൂൾ എന്നുള്ള അവസ്ഥയിൽ പോയപ്പോഴാണ് ഈ ഉമ്മയൊക്കെ 2ാം കടയായിട്ട് മാറിയത്. നമ്മുടെ കുട്ടികൾ അതുവഴി പോകാനാണോ നമ്മൾ ചിന്തിച്ചത്? കേവല പഠനത്തിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ, ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ട്, അവർ UK പഠിക്കാൻ 2 പേര് പഠിത്തം കഴിയാൻ നേരെ മെഡിക്കൽസിലേക്ക് വരും, പിന്നെ അവിടെ നിൽക്കരുത് പറഞ്ഞത്. നല്ല യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. പക്ഷെ ആ യൂണിവേഴ്സിറ്റിയിലെ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ വേറെ വർഷം പോകുന്നത്. ഞാൻ യൂറോപ്പിനെ മോശമാക്കുന്നുണ്ടല്ലോ. കാരണം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഐസൊലേഷനാണ്. ഒരു മനുഷ്യർക്ക് ഒരാളോട് വലിയ ബന്ധമൊന്നും ഉണ്ടാവും. ഞാനൊരു പ്രോഗ്രാമിൽ ലണ്ടനിൽ പോയപ്പോൾ 200 ആളെയുള്ള പരിപാടിയാണ്. അപ്പൊ എനിക്കിങ്ങനെ തോന്നുന്നത് എന്താ, ഇത് 200 ആള് മാത്രമാണ്. അത് അവിടുത്തെ ടോപ്പ് പരിപാടിയാണ്. കാരണം 200 മലയാളികളുടെ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഖത്തറിലൊക്കെ 2000 ആൾക്കാർ കൂടുന്നതിന്റെ എഫക്റ്റാണ്. ഒരാളവിടെ പരസ്പര ബന്ധമില്ല. ഒന്നാമത് അതിന് പറ്റിയ തണുപ്പ് അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കുറെ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഈ പെൺകുട്ടികൾക്കൊക്കെ കുളിക്കാൻ വലിയ മടിയാണ്, പറയാൻ കുറച്ച് മടിയുണ്ട്, എന്നാലും പറയാം. അത് കൂടുതൽ പെൺകുട്ടികളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, കൗൺസിലിംഗ്. ആൺകുട്ടികൾ എങ്ങനെയെങ്കിലുമൊക്കെ കുളിക്കേണ്ടതെന്ന് കേൾക്കും. പെൺകുട്ടികൾ കൂളായിട്ട് നടക്കുക, ഒരാഴ്ചയായി കുളിച്ചിട്ട് വാപ്പാരോട് ഇങ്ങനെ ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ കുറെ ചിരി വരണം. നമുക്കത് വിശ്വസിക്കാൻ പറ്റൂല. അപ്പോ ഇങ്ങനെ ആ ഒരു പ്രകൃതം കറക്റ്റായിട്ട് നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയാൽ കാണും. എന്നിട്ട് ഒരാളെ കാണാൻ പോകില്ല. എന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞൊളിഞ്ഞ് നന്നായി സംസാരിച്ചിരുന്ന കുട്ടികളൊക്കെ എന്തോട്ട് പോവാണ്? ഇൻഫീരിയറിറ്റിയിലേക്ക് പോവാണ്. നന്നായിട്ട് പ്രസന്റേഷൻ സ്കില്ലുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒതുങ്ങി പോവാണ്. മിഡിൽ ഈസ്റ്റിൽ പറഞ്ഞ കുട്ടികൾക്കൊന്നും അവിടെ പോയി വല്ലാണ്ട് ഇഷ്ടമൊന്നും ആവില്ല. കാണാൻ നല്ല രസമാണ്, കാണാനൊക്കെ നല്ല രസം, നല്ല മനുഷ്യർ, നല്ല ഇത് ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് പോവാൻ. ഞാൻ തന്നെ അവിടെ ഒരു ഏകദേശം ഒരു 10-21 ദിവസം എങ്ങനെ വന്നത് എനിക്ക് ഓർമ്മയില്ല. കാരണം 21 ദിവസത്തിലാകുമ്പോൾ മനുഷ്യന്മാരെക്കാളും സാക്രിഫൈസ് അല്ലല്ലാണ്.
ബാക്കി എല്ലാ ദിവസവും ആളുകൾ മണിക്കൂർ കണക്കിന് പിന്നെ അവേഴ്സ് ബേസ്ഡാണ് ജോലിക്ക് പോകുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഇൻട്രഷനായിട്ട് നമുക്ക് തോന്നും. നമ്മൾ കാണുന്ന യൂറോപ്പിന്റെ പഠനമാണോ പ്രധാനം, അതോ നമ്മുടെ കുട്ടികൾ നമ്മുടെ വാല്യൂസിന്റെ അനുസരിച്ചിട്ട് പോകലാണ് പ്രധാനം? ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച. ഞാൻ നീട്ടിക്കൊണ്ടുപോകല്ല, വളരെ ശ്രദ്ധിക്കണം നമ്മൾ പറയുന്നത്. അപ്പോ വിശുദ്ധ ഖുർആന് നമ്മളോട് പറഞ്ഞത് ഈ മക്കൾ നല്ല രീതിയിലാകണമെങ്കിൽ ഉപദേശമല്ല നടക്കേണ്ടത്, അന്തരീക്ഷമാണ്. എന്താണ് നടക്കേണ്ടത്? അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ. ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ എങ്ങനെ പോകുന്നു? ഇരിക്കുന്ന ഓരോ ആൾക്കാരും, ഞാൻ അടക്കം. ഇപ്പൊ ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം എന്താ? നമ്മുടെ വീട്ടിൽ ഇപ്പോഴും പറയുമ്പോഴൊക്കെ മടിയുണ്ടാവും, പക്ഷെ എന്നാലും അത് ഒരു സർവണം പോലെ പറയാതിരിക്കാൻ വയ്യ. ഈ മാരിറ്റൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോഴും പ്രശ്നങ്ങളാണ്. ഇതിലൂടെ വളരുന്ന കുട്ടികൾ ഒരു തരം ദ്വയാർത്ഥം പറയുന്നത് പോലെ എന്താണ് വിശ്വസിക്കേണ്ടത്, എങ്ങട്ടാ ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ 2 ഐഡിയോളജി ആളുണ്ടായാൽ തന്നെ കുട്ടികൾ എന്തായി? മോശത്തരത്തിലായി. 2 ഐഡിയോളജി. നമ്മൾ വിചാരിക്കൂലേ, ഇപ്പൊ ഉദാഹരണത്തിന് സലഫിയായ എന്താ പ്രശ്നം, സുന്നിയായ എന്താ പ്രശ്നം എന്ന്. ഇത് തന്നെ പ്രശ്നങ്ങളാണ്. എന്താണ് ഞാൻ സുന്നിനും സലഫിനും പറയില്ല, ഞാൻ പറഞ്ഞു ഒരു ആളുകളും എന്തില്ല, പ്രശ്നമില്ല, എല്ലാ പരിപാടിക്കും ഞാൻ പോകാറുണ്ട്. പക്ഷെ വാപ്പ പറയുന്നു ഇങ്ങനെ, ഉമ്മ പറയുന്നു അങ്ങനെ. അപ്പൊ കുട്ടി തീരുമാനിച്ചത് രണ്ടും ആവുണ്ടാകും. പിന്നെ ഏതാവുക? പിന്നെ നാട്ടുകാർ പറഞ്ഞതാവും, പിന്നെ ഗ്രൂപ്പ് പറയുന്നതാകും. പ്രീ ഗ്യാങ് സ്റ്റേജ് ആൻഡ് ഗ്യാങ് സ്റ്റേജ് എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ. പ്രീ ഗ്യാങ്ങിലേക്ക് പോകുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 13 വയസ്സ് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോവാണ്? പിന്നെ ഗ്യാങ്ങിലേക്ക് പോവാണ്. ഗ്യാങ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യാം. ആ പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പോയതെല്ലാം എടുത്തു മറിക്കാം. നേരത്തെ പറഞ്ഞില്ല, ഹാഫിളായ കുട്ടി ഇങ്ങനെയാകുന്നു. അപ്പൊ എന്താ പ്രശ്നം? അൽഗോരിതം. നിങ്ങൾക്കറിയാലോ, പറഞ്ഞതാക്കണ്ട. നമ്മൾ എന്താണോ സെർച്ച് ചെയ്തത് അതിന്റെ ആവർത്തികൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്തീസത്തെ കുറിച്ച് സെർച്ച് ചെയ്തോ, പിന്നെ വരുന്ന വീഡിയോസ് കംപ്ലീറ്റ് എത്തീസ്റ്റുകളുടേതായി. നമ്മുടെ കുട്ടികൾ സെർച്ച് ചെയ്യുന്നത് കൂടുതലും അതാണ്. അപ്പൊ കുട്ടികൾക്ക് തോന്നുകയാണ് എത്തീസത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാനൊരു റെമഡി പറയാം. എന്താണ്? ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിലുണ്ടായിരുന്ന എത്തീസ്റ്റുകൾ ഉണ്ടായി കാനഡയിൽ, UK-യിൽ, അതേപോലെ തന്നെ ഈ പറയുന്ന ഓസ്ട്രേലിയയിൽ, പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ. അത്തരത്തിലുള്ള ആളുകൾ പിന്നീട് റിട്ടേൺ ബാക്ക് നടത്തിയിട്ട് അവരുടെ സ്പീച്ചസ് നമ്മുടെ കുട്ടികളെ കേൾപ്പിക്കണം. നമ്മുടെ കുട്ടികളെ അത്തരം സ്പീച്ചുകൾ കേൾപ്പിക്കണം. അല്ലാതെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മലയാളി പ്രഭാഷകൻ മാത്രം പറയുന്ന പ്രസംഗം കേട്ടിരിക്കരുത്. എത്തീസത്തിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ട് അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രീയപരമായി അതിനെ വിശദീകരിച്ച് പറയുന്ന ആളുകളുടെ സ്പീച്ചസ് നമ്മുടെ കുട്ടികൾക്ക് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. ടൈമിനെ കുറിച്ച് പറയുന്ന, യൂണിവേഴ്സിനെ കുറിച്ച് പറയുന്ന, എനർജിയെ കുറിച്ച് പറയുന്ന. ഇപ്പൊ ഈ അടുത്തിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വോയിസ്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മളെ കുട്ടികളെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ്, ഇന്നത്തെ ഇസ്രോയുടെ ചെയർമാൻ, അദ്ദേഹം പറയുന്നത് ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും കൂടി സിംഗിൾ ഡയമെൻഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ സിംഗിൾ ഡയമെൻഷനിൽ കാണാൻ പറ്റുന്നു. പക്ഷേ ഡ്യുവൽ, ട്രിപ്പിൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഡയമെൻഷൻ ഉണ്ട്. ആ ഡയമെൻഷനിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ കുറിച്ചിട്ട് ഒരു മനുഷ്യർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ് അത് ഡയമെൻഷനിൽ ആകെ ചിന്തിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? അവരുടെ ലോകം മാത്രമാണ്. അങ്ങനെ ഉദാഹരണം പറയാം, വളരെ ശ്രദ്ധിച്ചോ. ഒരാളെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക, കുളത്തിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക, പുഴയിൽ. അപ്പൊ ആ സമയത്ത് ഒരു തവള വന്നിട്ട്, ഉദാഹരണമാണ്, അല്ലാതെ പ്രബോധകന്മാരെ തവളകളാക്കുന്നത്. ഒരു തവള വന്നിട്ട് ഇതിങ്ങനെ കണ്ടു. തവളയ്ക്ക് കരയിലും കടലിലും പോകാൻ കഴിയും. അതുകൊണ്ട് ഇതിങ്ങനെ കണ്ടു, ചൂണ്ടയിടുന്നത്. ചൂണ്ടയിട്ട് കണ്ടപ്പോ അത് മെല്ലെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് പോയത് എങ്ങോട്ടാണ്? ഈ കൊത്താൻ പോകുന്ന മത്സ്യത്തിന്റെ അടിയിലേക്കാണ്. മോനെ, അതിന് കൊത്തരുത്, അതൊരു ചൂണ്ടയാണ്. അതിന്റെ അപ്പുറത്ത് എന്തുണ്ട്? നൂലുണ്ട്. അതിന്റെ അപ്പുറത്ത് വടിയുണ്ട്. അതിന്റെ അപ്പുറത്ത് മനുഷ്യനുണ്ട്. അവൻ നിന്നെ കൊണ്ടുപോയിട്ട് കഴിക്കും. പക്ഷെ ഈ മീൻ പറഞ്ഞു, ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ, എന്നിട്ട് സെർച്ച് ചെയ്യുന്നത് എവിടെയാ? പറയാം, എവിടെയാണ്? അടുത്ത മീനുകളുടെ കൂട്ടത്തിലാണ്. അവിടെ പോയിട്ട് വലിയ മീനുകളുടെ അടുക്കൽ പോയി, സയന്റിസ്റ്റുകളുടെ അടുക്കൽ. അപ്പൊ അവര് പറഞ്ഞു, ഇതുവരെ ഞങ്ങളൊന്നും കേട്ടിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ ഒരു മനുഷ്യനെ. ചുരുക്കി പറഞ്ഞാൽ ഇത് കൊത്തി അതേപോലെ തന്നെ ആലോചിച്ചു. എന്നിട്ട് പറയുന്നത് ഇതൊരു സിംഗിൾ ഡയമെൻഷനാണ്. എന്ന് വെച്ചാൽ മത്സ്യങ്ങളുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളെ മത്സ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
ആ മത്സ്യപ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്കുള്ള പ്രപഞ്ചത്തെ കുറിച്ച് മത്സ്യങ്ങൾക്ക് അറിയാത്തതുപോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ളതിനെ മറ്റൊരവസ്ഥയിൽ അനുഭവിച്ച ആളുകളുണ്ട്. അതാണ് പ്രവാചകന്മാർ. അവരെ ആ ബോധ്യപ്പെട്ട സാഗരത്തിന് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് തോന്നരുത്. എന്റെ മനസ്സിൽ ഒരു IIT-കാരൻ വന്നിട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഞങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. അത് കുറെ ടെക്നിക്കൽ ചോദ്യമോ ടെക്നിക്കൽ ഉത്തരവൊന്നുമല്ല. എന്റെ ഒരു കോൺഫിഡൻസ് ഞാൻ നിങ്ങളോട് പറയാം. ഹു ഈസ് അല്ലാഹ് എന്നതിന്റെ കോൺഫിഡൻസ്, ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരോടും പറയുന്ന കോൺഫിഡൻസ്. ആവർത്തിച്ചു പറയുന്നത് ആ ക്യാമറകൾ പകർത്തുന്നു. എന്റെ ചുറ്റുവട്ടത്ത് 20ഓളം വീടുകളിൽ ഒരു പക്ഷേ കാണും. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, എന്റെ മകൻ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്റെ മകൻ 1.5 വയസ്സുള്ള കിണറ്റിലേക്ക് വീണു. കിണറ്റിലേക്ക് വീണിട്ട് അതേപോലെ കിടന്നു മിനിറ്റുകളോളം. ഒരു 1-2 മിനിറ്റ് അല്ല, അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് കയറ് കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ട് താഴോട്ട് ഇറങ്ങുന്നത് വരെ 17 കോല് കൊണ്ടിൽ എന്റെ മെഹബൂബ് മുർത്തസ, നാഫി മെഹബൂബ് മുർത്തസ എന്ന് പറയുന്ന മൂത്ത മകൻ കിടന്നു. ഞാനിത് എന്തെങ്കിലും പറയാം. ഒരു IIT ലെങ്തൊക്കെ കഴിഞ്ഞിട്ട് ഡിങ്കോയിസം തുടങ്ങിയിട്ടുള്ള ഒരു പയ്യൻ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ ഇതാ പറഞ്ഞു, മോനെ 17 കോലുള്ള കിണർ, 5 കോല് വെള്ളം അതിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. അപ്പൊ അയൽവാസിയായ കൗസുത്ത വന്നിട്ട് പറഞ്ഞത്, ഉറക്കെ വിളിച്ചു പറഞ്ഞത്, മക്കളെ എല്ലാം കഴിഞ്ഞിട്ടുള്ളത്, കാരണം മരിച്ചിട്ടാണ് പിന്നെ പൊന്തിക്കിടക്കുക. ഗണിതത്വ ശാസ്ത്രപ്രകാരം മരിച്ചു പൊന്തിക്കിടക്കുകയാണ് എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. ആളുകൾ ഭയപ്പെട്ടു. ഇതിൽ എത്ര പേർക്ക് കിണറ്റിലിറങ്ങാൻ പറ്റും? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. കിണറ്റിൽ ഇപ്പോഴും ഇറങ്ങാൻ പറ്റുന്നവരൊന്ന് കൈവയ്ക്കട്ടെ. ഒരു 5-8 പേരുണ്ട് ഇവിടെ. ഇത്രയും സദസ്സിൽ 8 പേരോ? അപ്പൊ 20 വീട്ടിൽ നിന്ന് ഓടി വന്ന് എത്ര പേരുണ്ടാവും? ആളുകളില്ല ഇറങ്ങാൻ. 2 പയ്യന്മാരെ ഇറങ്ങിയത്. പിന്നെ അവരെ കേട്ട കസേര വേറെ ആക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടി, എന്റെ മൂത്ത മകന്റെ കഥ പറയാണ്. ഞാൻ എന്റെ കഥ പറയാണ്, അള്ളാഹുവിന്റെ കഥ പറയാണ്, അള്ളാഹുവിനെ കുറിച്ച് പറയാണ്. എന്ന് വെച്ചാൽ ആ കുട്ടി മിനിറ്റുകളോളം, ആളുകൾ പറഞ്ഞത് അരമണിക്കൂർ എന്നാണ്, പോട്ടെ ഒരു 20 മിനിറ്റ് കൂട്ടിക്കോ, 15 മിനിറ്റ്, 3 മിനിറ്റ് മതി മനുഷ്യൻ അസ്തമിച്ചു പോകാൻ. വെറും 3 മിനിറ്റ്, അത് അതിന്റെ കണക്ക്. പക്ഷെ ഈ 3 മിനിറ്റിലെ ഡോക്ടറെ, 3 മിനിറ്റ് വെള്ളത്തിൽ കുട്ടി കിടന്നാൽ മരിച്ചു പോകും. പക്ഷെ അത്രയും സമയം കിടന്നിട്ട് ഞാൻ ഓടി എത്തിയപ്പോഴേക്ക് ഇവർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രബോധനത്തിന് വേണ്ടി പോയതാണ്. അതും കൂടി പറഞ്ഞാൽ ഇല്ലാവും. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ വലിയ ആളായതുകൊണ്ട് പറയല്ല, ഞാൻ നിസ്സാരക്കാരനാണ്. അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് മുലാഖാത്തിന് വേണ്ടി പോയതാണ്. ഈ കിണറ്റിൽ കിടക്കുന്ന കുട്ടി അവരെ പൊക്കിയിട്ട് ഞാൻ വേഗം അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ റസിയ ഡോക്ടർ വെള്ളം ആണ് ആദ്യം കൊടുത്തത്. ആദ്യം കയ്യിൽ കിടത്തിയിട്ട് ഇങ്ങനെ കാക്കിയിട്ട് എൻ്റെ എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ട് ഒന്നും വരുന്നില്ല വെള്ളം പുറത്തേക്ക്. ആ സമയത്താണ് സ്പൂൺ എടുത്തിട്ട് മെല്ലെ വെള്ളം എടുത്തിട്ട് കുട്ടി കൊടുത്തപ്പോൾ കുട്ടി ആദ്യോടെ കുടിക്കാം. ഡോക്ടർ തലയിൽ കൈവച്ച് പറഞ്ഞത്, സാർ ഈ കുട്ടി ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അല്ലാഹു ആരാണ് നമ്മുടെ വിചാരം? ഏതൊരു സ്ഥലത്താണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് കടലിനെ പുലർത്തി കൊടുത്തത്? ഏതൊരു നബിക്കാണോ അഗ്നിയുടെ മുകളിൽ കിടക്കാനുള്ള മെത്ത വിരിച്ചു കൊടുത്തത്? ഏതൊരു നബിക്കാണോ പാറക്കെട്ടുകളിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിച്ചത്? ഏതൊരു നബിക്കാണോ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കി കൊടുത്തത്? അതേ അല്ലാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. വിശുദ്ധ ഖുർആൻ പറയുന്ന അല്ലാഹു ഇന്നുമുണ്ട്. ആ യഖീനാണ് നമുക്ക്. ആ കരുത്തോടെ, അതിലേറെ പ്രഭാവത്തോടെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇതുവരെ എന്തൊക്കെ മിറാക്കിൾസ് നടന്നുവോ അതിനേക്കാൾ വലിയ മിറാക്കിൾസ് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ആകാശത്തിലൂടെ നബിമാർ സഞ്ചരിച്ചു എന്ന് പറയുന്നത് നമുക്ക് അത്ഭുതം. ഇനി ഇതാ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന കാലം വരാൻ പോകുന്നു. കടല് കത്താൻ പോകുന്ന കാലം വരുന്നു. ഈ കടലെല്ലാം കത്തി നശിക്കുമെന്ന് ശാസ്ത്രവും പറയുന്നു. ഈ കാണുന്ന ഭ്രമണമണ്ഡലങ്ങൾ നശിച്ചില്ലാതെയാകുമെന്ന് പറയുന്നു. സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, 100-150 വർഷത്തിന്റെ ഉള്ളിൽ എല്ലാം തകരുമെന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ സയന്റിസ്റ്റ് അല്ലെന്ന് വിശ്വസിച്ചാൽ പോലും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ പ്രപഞ്ചം തകരുമെന്ന് എന്ന് പറഞ്ഞു വെച്ചിട്ട് പോയി. ഇതേപോലെ തന്നെ ഇന്നത്തെ സയന്റിസ്റ്റ്
സയന്റിസ്റ്റുകളും പറയുന്നു. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഊട്ടിയുറപ്പിച്ചിട്ട് അതിൽ നിന്ന് വേണം നമ്മുടെ കുട്ടികളെ പൊക്കിക്കൊണ്ടുപോകാൻ. അത് രക്ഷാകർതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്നിട്ട് അവർ ഡോക്ടർ ആവട്ടെ, അവർ എഞ്ചിനീയർ ആകട്ടെ, മുഴുവൻ മനുഷ്യരെയും നെഞ്ചിൽ ചേർക്കുന്ന നല്ല മനുഷ്യനാകട്ടെ, വർഗീയതയില്ലാത്ത നല്ലൊരു മനുഷ്യനായി മാറട്ടെ. നമുക്ക് ഒരിക്കലും ഒരു സംഘടനാ പക്ഷപാതിത്വമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകുന്ന ഉന്നതനായ പ്രബോധകയും പ്രബോധകരുമാകട്ടെ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റും. അതിനെന്താ വേണ്ടത്? നമ്മുടെ വീട്ടിൽ 3 കാര്യങ്ങൾ ഉണ്ടാകണം: മവദ്ദത്തും, റഹ്മത്തും, അതേപോലെ ഇഹ്തിറാമും. ഈ കാര്യങ്ങൾ 3 നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ടതാണ്. മവദ്ദത്തും റഹ്മ എന്ന് വിവാഹത്തിന്റെ സമയത്തിന്റെ അല്ലെങ്കിൽ ഒരു പെണ്ണും ആണും തമ്മിൽ യോജിക്കുന്ന നിക്കാഹിന്റെ സംഭവത്തിൽ അല്ലാഹു പറയുന്നുവെങ്കിൽ പരസ്പരം പ്രണയമുണ്ടാകണമെന്ന്. ഇന്ന് നമ്മുടെ ഒരു അവസ്ഥ, ഹായ് എത്രയോ ആൾക്കാർക്ക് വിടുന്നുണ്ട്, സ്വന്തം ഭാര്യയ്ക്ക് ഇതുവരെ വിട്ടിട്ടുണ്ടാവും. നിങ്ങളല്ലോ ഖത്തറിനെ കുറിച്ചല്ല പറഞ്ഞു. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? പഴയ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇതൊരിക്കലും ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്രണയം നമ്മൾ വിചാരിക്കുന്നത് പുറത്താ നടക്കേണ്ടതെന്ന്. പ്രണയം നടക്കേണ്ടത് അകത്താണ്. അത് പ്രകടിപ്പിക്കുകയും അങ്ങനെ ഒരു പ്രണയ ലോകത്തിലൂടെ കടന്നു പോകണം. അതാണ് മവദ്ദത്ത്. വറഹ്മ കാരുണ്യമാണ്. ഇല്ലാതെയാകുമ്പോൾ, സമ്പത്തില്ലാതെയാകുമ്പോൾ, ആരോഗ്യമില്ലാതെയാകുമ്പോൾ, പാരലൈസ്ഡ് ആകുമ്പോൾ താങ്ങിപ്പിടിച്ച് ആൾക്കൂട്ടത്തിലൂടെ കൊണ്ടുപോകാനുള്ള കരുണയും നമ്മൾ കാണും. ഇതിന്റെ കൂട്ടത്തിൽ ഇഹ്തിറാം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പരസ്പര റെസ്പെക്ട് അതിന് വല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഭാര്യയ്ക്ക് ഭർത്താവിനോട് റെസ്പെക്ട് ഇല്ല, ഭർത്താവിന് ഭാര്യയോട് റെസ്പെക്ട് ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്. ആ റെസ്പെക്റ്റിന്റെ അടുത്ത് കുട്ടികൾ റെസ്പെക്ട്ഫുൾ ആവും. ആ റെസ്പെക്ട് നമ്മൾ കാണിക്കും. ഏത് റെസ്പെക്ട്? ഉദാഹരണത്തിന് മക്കളോട് പറയണം. ഉമ്മയെ കുറിച്ച് നേരെ ഓപ്പോസിറ്റ് നമ്മൾ പറയാം അല്ലേ? പക്ഷെ ഉമ്മയില്ലാത്ത സമയത്ത് മക്കളോട് പറയണം, ഉമ്മ അറിയോ എത്രയാ നമുക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നു. ഒരു ഉമ്മയുടെ പോസിറ്റീവിൽ നിന്ന് പറഞ്ഞു. കുട്ടികളുടെ മനസ്സിൽ ഉമ്മയെ കുറിച്ചുള്ള സ്ഥാനം പറയേണ്ടത് ഉപ്പയാണ്. ഉപ്പയെ കുറിച്ചുള്ള സ്ഥാനം പറയേണ്ടത് ആരാണ്? ഉമ്മയാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് പറയാണ്, എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ ഞാൻ. അങ്ങനെയല്ല, മറ്റൊരാൾ നമ്മളെ കുറിച്ച് പറയട്ടെ. ഭർത്താവ് പറയട്ടെ ഭാര്യയെ കുറിച്ച്. എൻ്റെ മുമ്പിൽ നിന്ന് കുട്ടികൾ കരഞ്ഞിട്ട് ഞാൻ ആദ്യം ഈ ഉമ്മ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഡെലിവറിയോടെ കഴിഞ്ഞെന്ന് ആ രംഗങ്ങൾ ചോദിക്കും. അപ്പൊ ഈ ഉമ്മാമയെ നിനക്ക് അറിയോ എന്ന് ചോദിക്കും കുട്ടിനോട്. വെറുതെ ചോദിക്കുന്നൊരു ഇമോഷണലാക്കാൻ എൻ്റെ ഉമ്മാമ നീ ജനിക്കുന്ന അന്ന് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചത് ഈ സ്ത്രീ. നീ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുക, ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഉമ്മാമ പുറത്തു നിന്നിട്ട് പ്രാർത്ഥനയിലായിട്ട് എൻ്റെ മോൾക്കൊന്നും പറ്റരുതേ, എൻ്റെ മോളുടെ കുട്ടിക്കൊന്നും പറ്റരുത്. എന്നിട്ട് ആ ഉമ്മാമനൊന്നും നോക്കാൻ പറയും. അവൻ ഉമ്മാമനൊന്നും നോക്കിയിട്ട് ഒറ്റ കരച്ചിലാണ്. കാരണം കുട്ടികൾക്കൊന്നും അറിയാം. നമ്മളെ പറഞ്ഞിട്ടുണ്ടാവും. ഉമ്മയും ഇതേപോലെ ഉമ്മയെ കുറിച്ചിട്ടൊക്കെ ശരിക്കും കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞ് തെറാപ്പിയൊക്കെ ഉണ്ടല്ലോ മനോഹരമായിട്ട്. അവരിങ്ങനെ തെറാപ്പിയിലേക്ക് പോകുമ്പോൾ ഉമ്മ ഇങ്ങനെ നമ്മളെ നട്ടപ്പാതിര സമയത്ത് എടുത്തിട്ട് തൊട്ടിലൊക്കെ കാണും കേട്ടോ. തെറാപ്പിസ്റ്റോട് ചോദിച്ചാൽ അറിയാം. ഞാൻ തെറാപ്പി നന്നായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉമ്മയെ കാണും. ഉമ്മ ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് കാണും. ടൈം ലൈൻ തെറാപ്പി നമ്മൾ തൊട്ടിൽ നിന്ന് എടുക്കുന്നത് കാണും. എന്നിട്ട് ആ നട്ടപ്പാതിരക്ക് കരയുമ്പോൾ ഉറക്കൊഴിച്ചിട്ട് നമ്മളിങ്ങനെ ധാരാട്ട് പാടുന്ന മാതാവിനെ കാണും. അതിങ്ങനെ പറയുമ്പോഴേക്ക് കുട്ടികൾ കരയാൻ തുടങ്ങും. കാരണം അതൊന്നും ഇവർ അനുഭവിച്ചിട്ടില്ല, ഇവരറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഇതൊക്കെ അറിയണം. മാതാപിതാക്കളുടെ അത്ര റെസ്പെക്ട് ഉണ്ടാവും, പരസ്പര റെസ്പെക്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് പറഞ്ഞു ടെക്നോളജിയെ കുറിച്ച്, ടെക്നോളജിയുടെ പ്രശ്നങ്ങളെ കുറിച്ച്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ കുട്ടികളോട് നമ്മളിത് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയല്ലേ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കുട്ടികളോട് സ്ക്രീൻ ടൈം കുറക്കാൻ പറയുമ്പോൾ നമ്മളും കുറക്കണം. ആധുനിക കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നറിയാം? ഫിസിക്കൽ ഗെയിമിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. ആ ഗെയിമിൽ നമ്മളും പങ്കാളികളാക്കണം. എന്താ ആരുമില്ലാത്ത സ്ഥലത്ത് ഫുട്ബോൾ നമുക്കൊന്ന് കളിച്ചാൽ എന്തുകൊണ്ട് ഉമ്മാക്ക് ഒന്ന് ബാറ്റ് എടുത്തുകൂടാ? നിങ്ങൾ കോർഡിനേഷനൊക്കെ പോകുമ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് പോകുന്നുണ്ട്, സിക്സർ അടിക്കും ഉമ്മ പറ്റുമെങ്കിൽ പറയാൻ മനസ്സിലായോ? അല്ലാതെ അത് കുട്ടികളുടെ കളിയാക്കിയിട്ട് മാറ്റരുത്. ആ കളിയിൽ നമ്മളും പങ്കാളിയാണ്. ഫുഡ് പ്രിപ്പറേഷൻ കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കണം. ഇന്ന് പെൺകുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാനേ അറിയില്ല, ഒക്കെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കും.
നേരെ മറിച്ചിട്ട് ജെമിനി കൊടുക്കുക. എന്റെ മകളൊക്കെ ചെയ്യുമ്പോൾ ജെമിനിനോട് വെച്ചിട്ട് കേക്കൊക്കെ ഉണ്ടാക്കണേ. എന്തൊക്കെ കേക്കാവോ നമുക്കറിയാം, മനസ്സിലായോ? ജെമിനി ഇന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പൊ ആദ്യം ഒരു മറ്റൊന്നുകൂടെ എടുക്കും, മറ്റൊരെടുക്കും, ഇതെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയാം. അതിനനുസരിച്ച് ഇവരെടുക്കും. കുട്ടികൾക്ക് ടാസ്ക് കൊടുക്കും, കുട്ടികൾക്ക് മത്സരം കൊടുക്കും, ഫിസിക്കൽ ഗെയിമിലേക്ക് ഇത്തരം പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുപോകും, ഒന്നിച്ച് ഗെയിം കളിക്കുന്നതിലേക്ക് കൊണ്ടുപോകും, ആഴ്ച ഒരു ദിവസം ഇരുന്നിട്ട് അതിന്റെ റിവിഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ മൊത്തത്തിൽ ആഴ്ച ഒരു ദിവസം, അത്രയോട് പറഞ്ഞ കാര്യമില്ല, കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസമെങ്കിലും അപ്പന്മാരെ നമ്മളെപ്പോഴും ഓർഗനൈസേഷന്റെ പരിപാടിക്ക് മാത്രം നിൽക്കാതെ എന്ത് ചെയ്യണം, ആഴ്ച ഒരു ദിവസമെങ്കിലും ഇവരെ കൊണ്ട് പുറത്തൊന്ന് പോവുക. അതിനുവേണ്ടി അവർ കാത്തു നിൽക്കും. ഇതേപോലെ മാസത്തിൽ ഒരിക്കൽ നിങ്ങളൊരു ലോങ് ടൂർ പോകണം. ലോങ് ടൂർ പോകുന്ന ആൾക്കാർ വളരെ കുറവ്. കുറേ രാജ്യങ്ങൾ സന്ദർശിക്കണം പറ്റുമെങ്കിൽ. അങ്ങനെ പറഞ്ഞൊടിക്കും ഉസ്താദെ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. ചിലർ അങ്ങോട്ട് നോക്കി ചിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതകാലത്ത് എല്ലാ രാജ്യത്തു നിന്ന് പോയിട്ട് വരും. ഉസ്താദെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്, ഞാൻ ഉസ്താദൊന്നും അല്ല കേട്ടോ, എന്നാലും പറയാം, നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്ലേ. കാരണം ഞങ്ങളാകെ ഡെങ്ങറുണ്ടാവും. എന്തെടങ്ങറ് ആകെയുള്ളത് നമുക്കൊരു ജീവിതമല്ല ഇവിടെ. അതിനടുത്ത് ആസ്വദിക്കാൻ പറ്റുന്ന ഹലാലായതൊക്കെ നമ്മൾ ആസ്വദിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വിദേശ രാജ്യത്തൊക്കെ ഒന്ന് പോയി, ഈ ഖത്തർ മാത്രമല്ലല്ലോ വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് പോകാൻ പറ്റുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒരാഴ്ച മതി യൂറോപ്പൊക്കെ ഒന്ന് പോയി വരാൻ. ഒരു ദിവസം ഫ്രാൻസ്, ഒരു ദിവസം യൂറോപ്പ്. ഞാൻ അതിന്റെ ഏജൻസി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒന്ന് പോയി വരിക. ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തും കാരണം എനിക്കിപ്പോഴും യാത്ര, ഞാൻ 57 രാജ്യങ്ങളിൽ മാഷാ അല്ലാഹ് പോയി. ഇപ്പോഴും ഞാൻ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയും എത്രയോ രാജ്യങ്ങളെ കിടക്കുക. നമ്മളൊന്ന് യാത്രക്കൊന്ന് ചെയ്തിട്ട് വരിക. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന് വളരെ ശ്രദ്ധിക്കണേ. കുട്ടികൾ വന്നതുകൊണ്ടൊരു ബഹളം വളരെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ യാത്ര എന്ന് പറയുന്നത് നിങ്ങൾ പോകേണ്ട ഒരു യാത്ര. അതേതെന്നറിയോ? ഇതുവരെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോകാൻ പറ്റുന്ന, പോയാൽ ഏറ്റവും രസകരമായ യാത്ര ഏതെന്നറിയോ? ഏതാ? ഭാര്യ ഭർത്താവ് മാത്രം പോകും. അങ്ങനെ പോയിട്ടുണ്ടാവില്ലല്ലോ? പോയിട്ടുണ്ടോ? അങ്ങനെ മാത്രം പോയിരുന്നു കൈവയ്ക്കാതെ. ഞാൻ പറയുന്നത് കുട്ടികളുണ്ടായതിനു ശേഷം, അതായത് കല്യാണം കഴിച്ച് കൈവച്ചെത്തുന്ന സമയത്തല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ട് ഭാര്യയെ കൊണ്ട് മാത്രം യാത്ര പോയവരാരുണ്ട്? ഭർത്താവിനെ കൊണ്ട് മാത്രം 1-2 പേരേ ഉള്ളൂ. അതൊരു രസകരമായ യാത്രയാണ്. ഞങ്ങളോട് കൂടിയാ പറഞ്ഞത്. നമ്മളൊക്കെ പിന്നെ എന്തെന്ന് ചോദിച്ചാൽ നല്ല മലഞ്ചെരിവ് പോയിരിക്കുക. ചിലപ്പോൾ അവൾക്ക് ആ ഇറിറ്റേഷനൊക്കെ വരും. ഇതൊക്കെ ചാറ്റൽ മഴയൊക്കെ എങ്ങനെ വരിക? ഞാൻ വെറുതെ പറയുന്നതല്ല. എന്നിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് പറയാം. ഈ റൊമാൻസിലൂടെ കടന്നു പോകണം. യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ പോകും ഫാമിലിന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ പോകും ഫ്രണ്ട്സിന്റെ കൂടെ. ഈ 2 യാത്ര നമുക്ക് അറിയാം. ഒന്ന് വിത്ത് ഫ്രണ്ട്സ്, ഒന്ന് വിത്ത് ഫാമിലി. ഫാമിലിയുടെ കൂടെ പോയാൽ ഒരു പ്രശ്നം എന്താ പറയുക? മക്കളെ നിങ്ങൾ ക്ഷമിക്കണേ, ഇയാളിപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള പരിപാടിക്കാണോ എന്ന് വിചാരിക്കുന്നത്. മക്കളെ കൊണ്ടുപോയാൽ നമ്മൾ എന്തായിരിക്കും? റൊമാൻസ് ഒക്കെ കൊണ്ടിട്ട് മോനെ അങ്ങോട്ട് പോലെ, മോനെ എങ്ങോട്ട് പോലെ, നമ്മൾ ഫുൾ അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാം. മക്കൾക്ക് വേണ്ടിയായിരിക്കും നമ്മുടെ ഫാമിലിയാണ്, പ്രത്യേകിച്ച് ഇളയ കുട്ടികൾക്ക് വേണ്ടി. നേരെ മറിച്ചിട്ട് ആ സമയത്ത് മക്കളെ ഏട്ടത്തിയുടെ വീട്ടിലാക്കി ഏട്ടത്തിൽ പോകണം. ഏട്ടത്തിന്റെ കുട്ടികളടക്കം അവർ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിർത്തുക. എന്നിട്ട് ജേർണി വിത്ത് കപ്പിൾ അല്ലെങ്കിൽ ജേർണി വിത്ത് സ്പോർട്സ്, നമ്മുടെ ഇണയുടെ കൂടെ ഒരു യാത്ര. എന്നിട്ട് കടലോര പ്രദേശത്തൊക്കെ ഒന്ന് പോയിരിക്കുക. നല്ല ഉഷാറായിട്ട് ഏതെങ്കിലുമൊക്കെ പർവ്വതത്തിന് മുകളിൽ പോയിരിക്കുക. ട്രക്കിങ്ങിലൂടെ പോവുക. കടപ്പുറത്തധികം ആൾക്കാരൊന്നും വേണ്ട. നമുക്ക് ഉഷാറായിട്ട് എന്ത് ചെയ്യാം? ചിലപ്പം പറയും, ഭാര്യ പറയും, എനിക്കൊന്ന് ബൈക്കിൽ സഞ്ചരിക്കണം എന്നുണ്ട്, നിങ്ങളൊരു ബൈക്ക് ഓടിക്കുമെന്ന് പറയും. അവിടെ എത്രയോ കാലമായിട്ട് ഞാൻ ബൈക്ക് ഓടിച്ചിട്ട് ഒരു ബുള്ളറ്റ് എടുക്കുക. എന്നിട്ട് ആൾക്കാരൊന്നും ഇല്ലാത്ത ഏരിയയിൽ കൂടെ എന്ത് ചെയ്യാം? അവളെങ്ങനെ രസകരമായിട്ട് നമ്മളെ കൂടെ വരും. ഞാൻ വെറുതെ പറയുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ഓട്ട മത്സരത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ജയിച്ചു, രണ്ടാമത്തേതിൽ തോറ്റു കൊടുത്തു. എന്നിട്ട് ആ തോൽവിയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ വഫാത്തിന് ശേഷം പറഞ്ഞു. ഇതൊക്കെ നടന്നത് എങ്ങനെയാണ്? ഒറ്റയ്ക്കുള്ള യാത്രയെ കുറിച്ച് പറഞ്ഞു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പേരക്കുട്ടികളായിട്ട് അവിടെ അപ്പുറത്തെ വീട്ടിൽ തന്നെ, ആരെയും കൊണ്ടുപോകാതെ യാത്ര ഉണ്ടാവരുത്. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ വായിലേക്ക് ഭക്ഷണം ഒന്ന് വെച്ചു കൊടുക്കുക. ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞ സുന്നത്തുകളാണ്. നമ്മളിതൊക്കെ നഷ്ടപ്പെടുത്തി. അപ്പൊ റൊമാൻസ് പോയി, സ്നേഹം പോയി, റെസ്പെക്ട് പോയി, എല്ലാം പോയി. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട്, കുട്ടികൾക്ക് അങ്ങോട്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന പണിയാണ്. അത് സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കിയിട്ട് ചില നിർദ്ദേശങ്ങൾ പറയുന്നു. നിങ്ങളുടെ കുട്ടികൾ ഗെയിമിന് അഡിക്ഷൻ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ. ഗെയിമിന് അഡിക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമല്ല, ഏത് ഗെയിംസ് ആണ് അവർ കളിക്കുന്നത് എന്നൊരു ഒബ്സർവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകണം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ അടുത്തിടെ കുറേ കുട്ടികളുടെ കേസ് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞോട്ടെ,
കുട്ടികൾ ഗെയിം കളിച്ച് അവസാനം ട്രേഡിങ്ങിലേക്ക് കയറുന്നു. ഗെയിം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. പൈസ കൊടുത്തിട്ട് ഗെയിം വാങ്ങുക, ആ ഗെയിമിലൂടെ ട്രേഡിംഗ് നടത്തുക, എന്നിട്ട് 60 ലക്ഷം രൂപ കടം വരിക, എന്നിട്ട് മാതാവ് അടക്കമുള്ളവരെ കുത്തിക്കൊല്ലുക. അതൊക്കെ കേരളത്തിൽ നടന്നതാണ്. അതുകൊണ്ട് ഇത്തരം ഭീമാകാരമായ കടത്തിലേക്ക് വരെ പോകാൻ പറ്റുന്ന ഒരു മേഖലയുടെ പേരാണ് ഗെയിം. ആ ഗെയിമിലേക്ക് കുട്ടികൾ പോകുന്നുണ്ടോ നോക്കുക. അപ്പൊ നമ്മൾ ഈ സ്ക്രീൻ അഡിക്ഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? ഇവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്കൂൾസ് MAS കൊടുക്കുന്നുണ്ടാകാം. കുട്ടികൾക്ക് കൊടുക്കുന്നത് എക്സ്ട്രാ സ്കിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിന്റെ കോഴ്സ്, അതേപോലെ തന്നെ കാംബ്രിഡ്ജ് ഓക്സ്ഫോർഡിന്റെ 7 days കോഴ്സസ്, അതേപോലെ പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സസ്, ടെക്സസിന്റെ കോഴ്സസ്, MIT കോഴ്സസ്, ഇതൊക്കെയാണ് കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ട്, അസൈൻമെന്റ്സ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ കുറച്ച് ലോഡ് വരുമ്പോൾ ഈ സാധനം പോസിറ്റീവായിട്ട് മാറും. നേരെ മറിച്ച് ഗെയിമിങ്ങിന് സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോകും. ഇങ്ങനെ ഫുൾ പാക്കഡായിട്ട് കൊണ്ടുപോകാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഗെയിംസിനെ നമുക്ക് പരിചയപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ, ഖത്തറിനെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഗെയിം ഉണ്ട്. അപ്പൊ ദുബായിന്റെ ഉണ്ട്, ഇവിടെ ഉണ്ടോ നിങ്ങൾ സെർച്ച് ചെയ്തേക്കും. അഥവാ ഇപ്പൊ എന്റെ മോൻ കളിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്നുള്ള കാര്യം. അഥവാ ബുർജ് ഖലീഫ അവിടേക്ക് മാറ്റുന്നു, എന്നിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ആകെ അലൈൻമെന്റ് തെറ്റിക്കുന്നു, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു. അതിമനോഹരമായ ഗെയിമാണ്. ആ ഗെയിമിലൂടെ കുട്ടികളുടെ ബുദ്ധിശക്തി എത്ര വികസിക്കും, കുട്ടികൾക്ക് പോസിറ്റീവ് ഗെയിംസ് എത്രയുള്ളത് കളിപ്പിക്കാമല്ലോ. ഇതേപോലെ തന്നെ കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടാകില്ല. ഈ സദസ്സിൽ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോ പർച്ചേസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ. ഏതിലൂടെ? ഇൻസ്റ്റഗ്രാമിൽ അവരാണ് കയറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇങ്ങനെ പോയി അതിന്റെ മേഖല ഒന്നും പറയുന്നില്ല. അങ്ങനെ പോയാൽ ഈ സാധനം അവൈലബിൾ ആണെന്നുള്ളത് കാണിക്കും. അവൈലബിൾ ആയതിന് പൈസ കൊടുക്കാൻ പറയും. അപ്പൊ ഉമ്മയുടെ കാർഡ് എടുത്തിട്ട് ബാപ്പയുടെ കാർഡ് എടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം ഈ സാധനം വരും. സാധനം നമ്മുടെ വീടിന്റെ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും അരികിൽ വരും. അങ്ങനെ വന്നതിന് ശേഷം ഗൂഗിൾ മാപ്പ് ഇടും. ഗൂഗിൾ മാപ്പിൽ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇവനും കാണുന്നില്ല, ഇവൻ അയാളെയും കാണുന്നില്ല. സാധനം അവൈലബിൾ ആണ്, വീട്ടിലേക്ക് വരിക. പെൺകുട്ടികളോട് പ്രത്യേകിച്ചും നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ എപ്പോഴും ഇടുന്നത് ഇങ്ങനെ ഭയങ്കര ഉഷാറായിട്ട് ഏതില് ഉമ്മാരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എത്ര പോലും ഉമ്മാരാൻ ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മാരും കുട്ടികളൊക്കെ ഇങ്ങനെ ഫോട്ടോസ് ഇട്ടാണ്. ഈ ഫോട്ടോസിനെ മോശമായ അവസ്ഥയിലേക്ക് ആക്കിയിട്ട് അതിന്റെ ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ട് ആ ഗ്രൂപ്പ് വിൽക്കുന്ന ഗ്രൂപ്പുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലല്ലോ, വളരെ ഡേഞ്ചറാണ്. ഞാൻ പറഞ്ഞു പേടിപ്പിക്കല്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കണ്ടതും കേട്ടതും എല്ലാം കൂടി നിങ്ങൾ ഏതിലേക്ക് ഇടല്ലേ? നിങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലേക്ക് കൊണ്ടുപോകല്ലേ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കസിന്റെ കൂടെ എടുത്ത ഫോട്ടോ ആയിരിക്കാം, പക്ഷെ ആ ഫോട്ടോയിൽ മഫ്തയും ഒഴിവാക്കി ബാക്കി എല്ലാ ഡ്രസ്സസും ഒഴിവാക്കിയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്താൻ AI ടെക്നോളജി ഉള്ളിടത്തോളം കാലം അങ്ങനെ എത്രയോ കുട്ടികൾ വലിയ ഇടങ്ങേറുണ്ട്. AI ആണെന്ന് തോന്നിക്കാത്ത രീതിയിൽ അവരുടെ ഫോട്ടോസിനെ മാപ്പിങ്ങും മാച്ചിങ്ങും ഒക്കെ നടത്തി എന്തൊക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പോലും നിങ്ങൾ അധികം വിശ്വസിച്ചു പോകരുത് എന്ന അവസ്ഥയാണ്. സോഷ്യൽ മീഡിയ ട്രേസ് ചെയ്ത് ട്രാക്ക് ചെയ്ത് വേറെ കോലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ആവശ്യമുള്ള കണ്ടന്റിന്റെ ആളുകളാണ് നിങ്ങളെങ്കിൽ മാത്രം നിങ്ങൾ വിട്ടോളൂ. ഞാൻ എന്നെ കുറിച്ച് പറയാം, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, കോൺഫിഡൻസിന് വേണ്ടി പറഞ്ഞോട്ടെ. എന്നെ നിങ്ങൾ അതിൽ മഹാപൊട്ടനെന്ന് വിളിച്ചാൽ പോലും ഈ 19 രാജ്യത്ത് ഞാൻ പോയിട്ടും ഒരൊറ്റ ഇതിനെ എന്താ പറയുക വീഡിയോ നിങ്ങൾ കാണില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ E.T. മുഹമ്മദ് ബഷീർ സാഹിബും കൂടി പാർലമെന്റിന്റെ ഓസ്ട്രേലിയയിലെ പാർലമെന്റിന്റെ ഉള്ളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. പാർലമെന്റ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. 3 MP കൊണ്ടുപോയി E.T. ബഷീർ സാഹിബിനെ അവിടെ നമ്മൾ വളരെ രസകരമായി അവരെ ആദരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ വീഡിയോ ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ വിട്ടിട്ടില്ല. കാരണം അതല്ല നമ്മുടെ പണി. ഇന്നടുത്ത് പോയടത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയലല്ല നമ്മുടെ പണി. നമ്മുടെ ദൗത്യം വേറെയാണ്. അതുകൊണ്ട് യാത്ര ചെയ്തൊക്കെ നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് ഈ കൂട്ടത്തോട് ഞാൻ പറയാം. അല്ലാതെ നമ്മളൊരു വീട് വെക്കുന്നു, വീട് വെച്ചവരാരെങ്കിലും ഇൻസ്റ്റഗ്രാമിലുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. ഞാൻ ഇന്നവരെ യൂസഫ് അലി സാഹിബ് ഒരു വീട് വെച്ചിട്ട് 1 മാസം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. റേഞ്ച് കുറവുള്ളവർ മാത്രമേ ഒരു വീട് വെച്ചത് ഇങ്ങനെ 1-2 മാസം അല്ലെങ്കിൽ 2 കൊല്ലൊക്കെ അവനാന്റെ വീടിനെ പറ്റി ഇടൂ. ഇട്ടവരെ കുറിച്ച് ഞാൻ ആക്ഷേപിക്കല്ല. ഇതല്ല നമ്മുടെ ലോകം. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യലല്ല, പകരം നമുക്ക് അള്ളാഹുവിനെ ബൂസ്റ്റ് ചെയ്യാനുണ്ട്. അള്ളാഹുവിനെ ഭയങ്കരമായിട്ട് ആളുകളുടെ മുമ്പിൽ പ്രബോധനം ചെയ്യാനുണ്ട്. അതിന് നമ്മുടെ മക്കളെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ ഞാൻ അവനെ മോനെന്നാ വിളിക്കുക. ഞാൻ ക്ലാസ് എടുക്കാം 10 കൊല്ലം മുമ്പ് വരുമ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ ഏകദേശം 26-25 വയസ്സുണ്ടാവും. എന്റെ മോനെ 25 വയസ്സേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ വാർത്തെടുത്ത് ഞാൻ അദ്ദേഹത്തെ എടുത്തിട്ട് പറയല്ല, നമ്മുടെ മക്കളെയും പ്രബോധകരാക്കി മാറ്റും.
ഹൈലി ഇന്റലക്ച്വൽ ആക്കിയിട്ട് മാറ്റും. എത്ര ഉയരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ മറ്റു കുട്ടികളുടെ മുമ്പിൽ പ്രസ്റ്റീജോടെ നിർത്താൻ പറ്റുന്ന കുട്ടികളാക്കി മാറ്റും. കേവലം ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ല നമ്മളാക്കേണ്ടത്, അതൊക്കെ ആക്കിക്കോ. ആ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയോ ആളുകളുടെ മക്കൾ അവരെക്കാൾ കൂടുതൽ വലിയ പ്രഗത്ഭരായി മാറുന്നത്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വീട്ടിൽ അതിസുന്ദരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. നമ്മൾ കുട്ടികളെ കേൾക്കണം. അവർക്ക് ശിക്ഷണം കൊടുക്കുന്നതിന് മുമ്പേ ബെസ്റ്റ് ലിസണറായിട്ട് നമ്മൾ മാറിയേ പറ്റൂ. എന്തുകൊണ്ട് അവൻ പറഞ്ഞു, എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം, അവന്റെ അപ്പോഴത്തെ ഇമോഷൻ എന്തായിരുന്നു? ആദ്യം നമ്മൾ ഇമോഷൻ അനലൈസ് ചെയ്യണം. ആ ഇമോഷനിൽ ചിലപ്പോ തള്ളേ എന്ന് വരെ വിളിച്ചിട്ടുണ്ടാകാം. എന്ത്? സ്വന്തം ഉമ്മയെ. അപ്പോഴേക്ക് ഓടിച്ച് നടിക്കല്ലേ. മോനെ ഇരുത്തിയിട്ട് പറ, മോനെ ഇയാൾ വിളിച്ചതിൽ എനിക്ക് വല്ലാത്ത വിഷമായി പോയി, എന്താണ് നിനക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയേ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ അറിയോ, നിങ്ങളെ ഫോണിൽ ഞാൻ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുട്ടിക്ക് പറയാനുണ്ടാവും. ഒരു മെസ്സേജ് കണ്ടതാകാൻ കാരണം, പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല. പക്ഷെ ആ കുട്ടികളത് ട്രേസ് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് കുട്ടികളുടെ ഇമോഷൻ എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് അവരങ്ങനെ സംസാരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. വയലന്റ് ആയ കുട്ടികൾ പിന്നെ എന്തുകൊണ്ട് സൈലൻസിൽ നിന്ന് ഈ വയലൻസിലേക്ക് എത്തി, അവരെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അത് ബിഹേവിയർ ചേഞ്ച് വന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ കാരണം എന്താണ് അറിയില്ല എന്ന് സൈക്കോളജിസ്റ്റുകളോട് ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ബിഹേവിയർ വരാനുള്ള കാരണം അത് നമ്മൾ തിരിച്ചറിയണം. ആ ബിഹേവിയർ തെറാപ്പി നടത്തിയോ, മെഡിസിൻ കൊടുത്തോ, പ്രോപ്പർ കൗൺസിലിംഗ് കൊടുത്തോ, എന്ത് നിങ്ങൾ ചെയ്താലും അവരെ ചേഞ്ച് ആക്കിയിട്ട് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. പേടിപ്പിക്കല്ല. ഇതൊക്കെ വരുന്ന കൂട്ടത്തിൽ എത്തീസം വല്ലാണ്ട് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരും ഭയപ്പെടേണ്ട. ഏകദേശം ഒരു 50-100 കൊല്ലം മുമ്പ് യൂറോപ്പിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത് അതിപ്പോ നമ്മുടെ നാട്ടിലേക്ക് എത്തി എന്നതേ ഉള്ളൂ. വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഏത് ഇപ്പൊ ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം, അത് കുറെ മുമ്പ് യൂറോപ്പിൽ ഉണ്ടായിരുന്നതാണ്. ആ ചോദ്യത്തിന് ഉത്തരം അവരെന്നെ കണ്ടെത്തി. അവരിപ്പോ ഇങ്ങനെ നല്ല ദീനിയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന സമയത്താണ് നമ്മൾ അതിനെ പിടിച്ചിട്ട് എന്താക്കുന്നത്, അകത്തേക്കാക്കുന്നത്. ഉദാഹരണത്തിന് ഏതുപോലെ മോണ്ടിസോറി സിസ്റ്റം പോലെ. മോണ്ടിസോറി സിസ്റ്റം ജന്മമെടുത്തിട്ട് ആ സ്ത്രീ മരിച്ചിട്ട്, മറിയാം മോണ്ടിസോറി മരിച്ചിട്ട് 10-75 വർഷമായി. 75 വർഷം മുമ്പേ മരിച്ചു പോയ ഒരു സ്ത്രീയുടെ സിസ്റ്റമാണ് ഇന്ന് നമ്മൾ മോണ്ടിസോറി ആക്കിയിട്ട് എടുക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അപ്പൊ 75 വർഷം മുമ്പ് ഞാൻ NLP പഠിച്ചത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമും DA പഠിച്ചത് കണ്ടത്തിലച്ഛന്റെ സെന്ററിൽ നിന്നാണ്. 2 വർഷത്തെ കോഴ്സായിരുന്നു അത്. കണ്ടത്തിലച്ഛന്റെ സെന്ററിൽ അന്ന് എല്ലാവരും ഇങ്ങനെ DAക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ 1926 ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചതാണ് DA കോഴ്സ്. എവിടെ? കണ്ടത്തിലച്ഛന്റെ എറണാകുളത്തെ സെന്ററിൽ. 26 അവർ തുടങ്ങിയതാണ്. 2025 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. മെട്രോ, പിന്നെ ഖത്തർ മെട്രോ വന്നിട്ടുണ്ട്, ദുബായ് മെട്രോ വന്നിട്ടുണ്ട്. UK പോയി കഴിഞ്ഞാൽ 100 കൊല്ലം പഴക്കമുള്ള മെട്രോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭൂമിന്റെ അടിയിലൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇതേപോലെ തന്നെ എഡ്യൂക്കേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ വരും. അതേപോലെ തന്നെ ഏതും വരും, നമ്മൾ അതിമനോഹരമായി പറയുന്ന പാഷൻ ബേസ്ഡ് എഡ്യൂക്കേഷൻ വരും. ഈ എഡ്യൂക്കേഷന്റെ അപ്പുറത്ത് ഇതൊക്കെ പണ്ട് കണ്ടെത്തിയിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന അതേ തീമിലായി ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾ? ഉദാഹരണത്തിന് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നു. അതിമനോഹരമായി മാഷാ അല്ലാഹ് ഇവിടുത്തെ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുന്നതാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഈ ഫോർമുലയിലാണ് ഇത് പഠിക്കേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ എങ്ങനെ എപ്പോഴും പഠിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാർ വന്ന കാലത്ത് അവർക്ക് ആവശ്യം കുറച്ച് ഗുമസ്തന്മാരെയാണ്, നന്നായിട്ട് എഴുതുന്ന ആൾക്കാരെ, ഗ്രാമർ തെറ്റാതെ എഴുതാൻ ഇന്ത്യയിലൊക്കെ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ മലയാളികളാണ്. ഞാൻ പറഞ്ഞിട്ടാണോ? അതിന് IIT പോയാലും മനസ്സിലാകും. ഗ്രാമർ തെറ്റാതെ മനോഹരമായി എഴുതുന്ന ആൾക്കാരാരാ? മലയാളികൾ എപ്പോഴും. പിന്നെ തമിഴന്മാരും പിന്നെ ഇങ്ങനെ ബോംബെക്കാർ. അതെന്താ കാരണം? നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇതർനോ ആക്സമാസ് ആത്മചാസ് ആസ്ഫോറാസ് ഇൻട്രോഗേറ്റീവ് അഫോർമേറ്റീവ് എന്നാണ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പറയുന്നില്ല, കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല, കുട്ടികൾ കേൾക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ കുട്ടികളുടെ സ്കില്ല് ആ 100 കൊല്ലം മുമ്പ് അവർ സ്കൂൾ എങ്ങനെയാണ് കൊണ്ടുവന്നത് അതേ രീതിയിൽ ഇപ്പോഴും ലാംഗ്വേജ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ അന്ന് എത്തീസം ഉണ്ടായിരുന്നു. ആ എത്തീസം കാലങ്ങൾക്ക് ശേഷം പഴകി അണിയിച്ചപ്പോ നേരെ നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാൻ. അവിടെ പണ്ടേ എല്ലായിടത്തും MDMAയും ഇതൊക്കെ കിട്ടുമായിരുന്നു. ആ സാധനം ഇപ്പൊ അവൈലബിൾ ആയിക്കൊണ്ടേയിരിക്കാണ്. മറ്റുള്ള സ്ഥലത്തിലെ തനിയാവർത്തനമല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യവുമല്ല. അതിനതിമനോഹരമായി എതിരിടാനുള്ള, അതിനെതിരെ നിൽക്കാനുള്ള കെൽപ്പാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഹൈ എഡ്യൂക്കേഷനായി, ഹൈ സ്കില്ലുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ അവർ തന്നെ ഇതിനൊക്കെ മറുപടി കൊടുക്കുന്ന ഒരവസ്ഥ വരും. അല്ലാഹ് ഉണ്ടോ?
അല്ലാഹ് ഈസ് അലൈവ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈസ് അലൈവ് എന്ന് ചോദിക്കുമ്പോൾ ഈസ് അലൈവ് എന്ന് പറഞ്ഞിട്ട് അവർ മറുപടി കൊടുക്കുന്ന ശാസ്ത്ര ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കാണ്. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഉയർന്നു പോയി ഒരുപാട് ആളുകളെ മാറ്റിമറിക്കുന്ന ഒരു മഹാപ്രതിഭയായി മാറുമ്പോഴാണ് നമ്മളെന്ന പാരന്റ് ആകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനത്തെ ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. ആ ഒരു ലോകം തീർക്കാൻ ആദ്യത്തെ ആളുകൾ ഇവിടെ മാതാക്കളാണ്, അത് കഴിഞ്ഞാൽ പിതാക്കളാണ്. അതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാത്ത ഒരു വീട് കൊണ്ടുവരിക, ആധുനിക കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുക, അവരുടെ കൂടെ ചിരിക്കുക, കളിക്കുക, ഒന്നിച്ച് നടക്കുക, അവരെ ഫ്രണ്ട്സ് ആക്കിയിട്ട് കൂടെ കൂട്ടുക, മൂല്യങ്ങൾ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുക, ടാർഗറ്റിലേക്ക് കൊണ്ടുപോവുക. പരീക്ഷ വരുന്ന സമയത്ത് അതിനെ ഉപദേശിക്കാതെ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്സ് വീക്കാണോ, മാത്സ് ഒറ്റ മാസം കൊണ്ട് ഇതേപോലെ ക്രാഷ് കോഴ്സ് കൊടുക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്, അവരുമായിട്ട് ലിങ്ക് ചെയ്യുക. ഇതൊക്കെ പാരന്റ്സിന്റെ പണിയാണ്. അവന് ചെറുപ്പത്തിലെ സിവിൽ സർവീസിലേക്ക് പോകണോ വേറെതിലേക്ക് പോകണോ എന്നുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ 8ാം ക്ലാസ്സിന് മുമ്പേ നടത്തിയാൽ നല്ലത്. അതിന് ഡാറ്റ് എന്നാണ് പറയാ, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇവിടെ പലർക്കും അത് നടക്കുന്നുണ്ടാകാം. അത് ടെസ്റ്റ് കഴിഞ്ഞാൽ ഏകദേശം 13ഓളം ആപ്റ്റിറ്റ്യൂഡിൽ നമ്മുടെ കുട്ടികൾക്ക് ഉള്ളത് ഏതാണ്? അവനുള്ളത് ലോജിക്കലാണോ, റീസണിംഗ് ആണോ, അവരുടെ അനലിറ്റിക്കൽ റീസണിംഗ് പോലെയുള്ള സാധനങ്ങളാണോ, മെക്കാനിക്കൽ സ്കോപ്പ് ആണോ, ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക രീതി. ഇനി അതല്ല, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്, വ്യത്യസ്തമായ ഇന്റലിജൻസ്, ഏകദേശം 8ഓളം ഇന്റലിജൻസ് പറഞ്ഞിട്ടുള്ളത്, ബാക്കി ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഇന്റലിജൻസിൽ സോഷ്യോ ഇന്റലിജന്റ് ആണോ, ബിസിനസ് ഇന്റലിജന്റ് ആണോ, മാത്തമാറ്റിക്കൽ ഇന്റലിജന്റ് ആണോ, ടെക്നിക്കൽ ഇന്റലിജന്റ് ആണോ, അതേപോലെ ഇത്തരത്തെ ഇന്റലിജൻസിൽ ഏത് മേഖലയാണ് എന്റെ മോനെ എന്ന് തിരിച്ചറിയാൻ വേണമെങ്കിൽ ആ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ്, അങ്ങനെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുന്ന അവൻ ഏത് ടൈപ്പിൽ പെടുന്ന ആളാണ്. 16 ടൈപ്പ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ENTJ ആണോ, ERTJ ആണോ, EFTJ ആണോ, ഇത്തരം ടെസ്റ്റുകളാണ് ഈ പറയുന്ന പേഴ്സണാലിറ്റി. സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഇനിയും ഒരുപാടുണ്ട്. IITS ചെയ്യുന്ന അതിമനോഹരമായ ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം കൂടി കമ്പയർ ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരു പക്ഷേ പഠിച്ചുയർന്നിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ വഴിയും പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു മനുഷ്യനും ഉയരാൻ കഴിയില്ല. ഒരു ഗ്രൂപ്പിന്റെ കൂടെയായിരിക്കും അവർ വളരുക എന്നതാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വളർന്നു എന്ന് പറയല്ല, ഞങ്ങളിങ്ങനെ അഴുകുഴമ്പനായി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഞാൻ പറയല്ല 10ാം ക്ലാസ്സൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് +2 അന്ന് പ്രീ ഡിഗ്രിയാണ്, അതിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജനാബ് MP അബ്ദുൽ സമദ് സമദാനി സാഹിബിന്റെ ക്ലാസ് അവിടെ ഉണ്ടെന്ന് കേൾക്കുന്നത്. അന്ന് മുപ്പരിങ്ങനെ കത്തി നിൽക്കുന്ന കാലമാണ്. ആ സമയത്ത് ഖുർആൻ പഠിപ്പിക്കാൻ അത് നമ്മുടെ ഡോക്ടർ സയ്യിദ് മരക്കാർ സാഹിബ്, അദ്ദേഹം അല്ലസറിൽ നിന്ന് 2 PhD കഴിഞ്ഞ ആളാണ്. അതേപോലെ തന്നെ ഹദീസ് പഠിപ്പിക്കാൻ മൊയ്ൻ സാറ്, അതേപോലെ തന്നെ ചരിത്രം പഠിപ്പിക്കാൻ സമദാനി സാറ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ക്ലാസ് ഉണ്ട്. 10-20 കുട്ടികൾക്ക് മാത്രമേ ആകെ പ്രവേശനമുള്ളൂ എന്ന് കേട്ടപ്പോൾ ഞാൻ വീട്ടുകാരുടെ പെർമിഷൻ ഒന്നുമില്ലാതെ ഒരു ദിവസം അവിടെ കോട്ടക്കല സ്ഥലത്ത് അവിടെ ഇറങ്ങി. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. എന്നിട്ട് റോട്ട് വന്നാണ് ഞാൻ ചോദിച്ചു, എന്നെ ക്ലാസ് ചേർക്കുമെന്ന്. മൂപ്പരിങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ നടുറോട്ടിൽ നിന്ന് ചോദിക്കുന്നത്, അടുത്ത ആഴ്ച വായു എന്ന് പറഞ്ഞ്. എന്നാരും പാരൻസ് കൊണ്ടുപോയി ചേർത്തതല്ല, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തണമെന്ന മോഹം കൊണ്ട് അറിയാതെ പോയി പെട്ടതാണ്. ആ പെടലിൽ നിന്നാണ് 7 വർഷം കഴിഞ്ഞ് പിന്നെ എങ്ങനെ എന്താക്കുന്നത് മാറി വരുന്നത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആയാലേ സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തുണ്ടാവുള്ളൂ, വളർച്ചയില്ല. ഞാൻ വെറുതെ പറഞ്ഞത്, ഒറ്റയ്ക്ക് വളർന്നു പോകുന്ന കുട്ടികൾ വളരെ കുറവാണ്. ഇപ്പം ഈ മോനും ഇതേപോലെ കൂടെ MAS പഠിച്ച് ഈ പറഞ്ഞ ഗ്രൂപ്പിന്റെ കൂടെ അങ്ങനെ ആയി. ഏതെങ്കിലും ഒരു നല്ലൊരു ഇസ്ലാമിക ഗ്രൂപ്പിന്റെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ മൂല്യമുള്ള കുട്ടികളുടെ കൂടെ, അതിന് നിങ്ങളുടെ മുമ്പിലൊന്നുണ്ട്. അത് അലിഫ് എന്ന് പറയുന്ന മഹാസംഘടനയാണ്. ഇവിടെ കാണുന്ന ഇത്രയും ആളുകൾ 1400ഓളം കുട്ടികളെ പഠിപ്പിക്കുന്ന ഇത്രയുമുള്ള സംഘങ്ങളിൽ നമ്മൾ ഉണ്ടാവുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് ഇവരെ അറിയാം. പ്രത്യേകിച്ച് പറയാണ്, ഞാൻ എന്തിനാണ് ഇപ്പം ഇത്രയും തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നേരത്തെ ടീച്ചേഴ്സിന് പറഞ്ഞപ്പോൾ ഞാനിവിടെ സംസാരിക്കും. ഇന്നൊരു പദർശമൊക്കെ എനിക്കുണ്ട് സത്യത്തിൽ സംസാരത്തിന്. ഞാനിങ്ങനെ വന്നൂന്നേ ഉള്ളൂ, ഇന്ന് വരില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് പകരം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചതുമാണ്. എന്നിട്ട് ഞാൻ വന്നു. എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ICUവിൽ കിടക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ടാകാം. മൂത്താപ്പൻ്റെ മകനാണ്. എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള വീടാണ്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇവിടെ എത്താനുള്ള ഒരു കാരണം, ഒരു സംഘടനയിലും പെടാതെ എല്ലാ സംഘടനയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട്, എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘങ്ങൾ ഇന്ന് വളരെ കുറവാണ്.
അതിൽ പ്രധാനപ്പെട്ട അലിഫ് പെടുന്നു എന്നതുകൊണ്ടാണ് ഒന്നാം കാരണമായി നമ്മൾ ഇവിടെ വരുന്നത്. ഇത് സംഘടനയുടെ പരിപാടിക്ക് വന്നതല്ല, സംഘബോധത്തിന്റെ പരിപാടിക്ക് വന്നതാണ്. ജംഇയ്യത്ത് എന്ന പദം പിന്നീടുണ്ടായതാണ്. ജമാഅത്ത് എന്ന പദം എന്നോ ഉള്ള പദമാണ്. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ എന്നാണ്, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജംഇയ്യ എന്നല്ല. ജംഇയ്യത്ത് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ ഉണ്ടായത് പിന്നീട് പല കാലഘട്ടങ്ങളിലുമാണ്. അതിന് മോഡേൺ ഇറക്ക് ഒരു പങ്കുണ്ട്. ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ എന്ന് പറയുന്ന 3 ഇറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആൻഷ്യന്റിൽ ഇത് നമ്മൾ കാണാൻ സാധിക്കില്ല, മിഡീവലിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മോഡേൺ വേൾഡ് വന്നപ്പോഴാണ് ഇസ്ലാമിനെ ജംഇയ്യത്താക്കി തിരിച്ചത് എന്നാണ് എന്റെ പഠനം. ഞാൻ എന്റെ പഠനം പറയില്ല, ഇതിനെക്കുറിച്ച് അബ്ദുൽ സാഹിബിന്റെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊരു ലേഖനങ്ങളുണ്ട്. ജംഇയ്യത്തിലേക്ക് പോയാൽ ഒരു ജംഇയ്യത്തിനെയും ഞാൻ ഒരിക്കലും മോശമാക്കുന്നില്ല, പക്ഷേ പരസ്പരമുള്ള തർക്കങ്ങളൊന്ന് അവസാനിപ്പിക്കണേ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ സംഘങ്ങളുടെ പരസ്പരം തർക്കങ്ങൾ കണ്ടിട്ടാണ്, അല്ലാതെ ഏതെങ്കിലും രവിചന്ദ്രന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടോ, ഏതെങ്കിലും ലിയാഖത്തലിയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടോ, ആരിഫ് ഹുസൈന്റെ പ്രസംഗം കേട്ടിട്ടോ ഒന്നല്ല കുട്ടികൾ എത്തിയിട്ടാകുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ടോ. അതൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക് അതൊക്കെ സ്വാധീനിക്കുന്നുള്ളൂ. പക്ഷെ ഇന്ന് മതപ്രബോധകർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പരസ്പരമുള്ള തർക്കത്തിൽ ഏർപ്പെട്ടിട്ട് അങ്ങാടിപ്പയറ്റ് പോലെ നടത്തുന്നതിന്റെ പേരിലാണ് സത്യത്തിൽ ഇന്നത്തെ തലമുറ പിന്നോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിയേണ്ടുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന്. എത്രയോ ക്യാമ്പസിൽ നമ്മൾ പോകുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സാർ നിങ്ങൾ അറിയോ, ഇവരുടെ ഈ തല്ലിലാണ് ഞങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എന്ന്. അതുകൊണ്ട് തല്ലാതെ മുന്നോട്ട് പോകണേ. ഓരോ ആളുകളും ഇതിന്റെ ഐഡിയോളജി പ്രകാരം മുന്നോട്ട് പോകട്ടെ. പക്ഷെ തൗഹീദിനെ മുന്നോട്ട് വെച്ച് പോകുന്നവരായിരിക്കണം ഓരോ ആളുകളും. അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന് 3 ഭാഗങ്ങളുണ്ട്. ആ 3 ഭാഗം പൂർത്തിയാക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നന്നായി പഠിച്ചവർ ഇത് പറഞ്ഞു തരും. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇളകാത്ത വസ്തുക്കളിൽ നിന്നുള്ള മോചനമാണ്. എന്നാണ് അതിന് പറയുക. ചലിക്കാത്ത വസ്തുക്കളിൽ നിന്നുള്ള മോചനം. അതെന്താണെന്ന് നമുക്കറിയാലോ. ഇസ്ലാമികപരമായ വിഗ്രഹങ്ങളിൽ നമ്മൾ വിശ്വസിക്കില്ല, അതിന് ജീവനില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിന്നു ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുത്തഹർരിക്കുകൾ വന്നിട്ട് എന്താക്കി, ഒരുപാട് പീഡനങ്ങൾ നൽകി. അത് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു, തീ ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, എല്ലാം ഇളകുന്ന വസ്തുക്കളാണ്. ആ ഇളകുന്നതെല്ലാം കൂടി അപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പതറിയില്ല. നമ്രൂദാണ് അപ്പുറത്ത്, സൈന്യവ്യൂഹമാണ് അപ്പുറത്ത്, അതേപോലെ സമ്പത്താണ് അപ്പുറത്ത്, അഗ്നിനാളം കത്തി ജ്വലിക്കലാണ് അപ്പുറത്ത്. ഈ സമയത്തൊന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പതറിയില്ല. മുത്തഹർരിക്കിൽ നിന്ന് മുത്തഹർരിക്കിലൂടെ യാത്രയായി. മുത്തഹർരിക്കും പിന്നിട്ടപ്പോ മുഖർറബ് നേരെയായി വരികയാണ്. മുഖർറബ് ആരെന്നറിയോ? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, അള്ളാഹു എന്നെ അയച്ചതാണ്. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് എന്താ? ഞാൻ രക്ഷപ്പെട്ടു, നിങ്ങൾ വന്നല്ലോ എന്നല്ല. മാറി നിൽക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, മാറി നിൽക്കൂ ജിബ്രീൽ, നിങ്ങളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. മലക്കുകൾ പോലും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മലക്കുകളും എല്ലാം നശിച്ചു പോകും. ഖിയാമത്ത് നാൾ വരുന്നത് പോലെ വരുമ്പോ ഈ ജിബ്രീലും ഈ അസ്രായീലും ഈ മീകായിലും ഈ പറയുന്ന ഇസ്രാഫീലും എല്ലാവരും ഇല്ലാതെയാകും. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ബാക്കിയാകും. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥൻ ആരാണുള്ളത്? ഖഹാറായ അല്ലാഹു അല്ലാതെ ആരുണ്ട് എന്ന് ചോദിക്കും. ആ സമയത്ത് അവിടെ നമ്രൂദ് ഉണ്ടാകും, അവിടെ ഹാമാൻ ഉണ്ടാകും, ശദ്ദാദ് ഉണ്ടാകും, ഫിർഔൻ ഉണ്ടാകും, ഇന്നത്തെ ഭരണാധികാരികൾ ഉണ്ടാകും, നീചന്മാരായ ചക്രവർത്തിമാരുണ്ടാകും. അവർ വിറച്ചുകൊണ്ട് നിൽക്കുമ്പോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ അല്ലാഹുവിനെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ആ അല്ലാഹുവിനെയാണ് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റ വഴി മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വേറെ ഒരുപാട് ലൈൻസ് ഉണ്ടാകും, വഴികളുണ്ടാകും. ആ വഴികളൊന്നും നമുക്ക് വേണ്ട. ഈ ഒരൊറ്റ വഴി മതി. ആ വഴിയുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഴിയുടെ അറ്റത്തെത്തുമ്പോൾ എല്ലാ മനുഷ്യരും ഒന്നാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ അവരെന്ന് ഇവരെന്ന് ഇല്ല. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ മനുഷ്യരിലേക്കും നിയോഗിച്ചതാണ്. എല്ലാ മനുഷ്യരിലേക്കും കാഫത്തൽ ലിന്നാസ് റഹ്മത്തുൽ ലിൽ ആലമീൻ, സകല ലോകങ്ങൾക്കും റഹ്മത്തായിട്ടും അതോടൊപ്പം മനുഷ്യർക്ക് മുഴുവനും ദൂതനായിട്ടും അയച്ചതാണ്. അതുകൊണ്ട് നമുക്ക് പാർഷ്യാലിറ്റി ഇല്ല. ഇന്ന ജനത, ഇന്ന മതക്കാർ അവരെല്ലാം വിശ്വസിക്കുന്നു
എന്നതല്ല നമ്മുടെ പ്രശ്നം. എല്ലാവരെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. എല്ലാവർക്കും സന്ദേശവാഹകനായി അയച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, the last messenger, the last prophet എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മൊത്തം മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാരന്റ്സ് ആയിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ കുട്ടികളെ ഹിക്മത്തോടെ കൊണ്ടുപോകാൻ പറ്റൂ. ആ മക്കളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ ഉമ്മയുടെ ഉപ്പയുടെ ആ ഒരു വിശ്വാസ പ്രമാണത്തിൽ ഉണ്ടാകുമ്പോൾ ഡോക്ടറായ ഉപ്പ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അറിയാതെ സ്റ്റെതസ്കോപ്പിലേക്ക് നോക്കി ഉപ്പയുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ പാടില്ല. എന്നാലും ഉപ്പ ഒരു ദിവസം മോനെയും കൊണ്ടുപോയിട്ട് വെറുതെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഉപ്പ എന്തോ ഒന്ന് ചെല്ലുന്നത് കാണുന്നു. ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ മോൻ ചോദിക്കുകയാണ്, എന്താ ഉപ്പ നിങ്ങളിപ്പോ ചെല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്നാണ് മോനെ ഞാനിപ്പോ ചെല്ലിയത് എന്ന് പറയുമ്പോൾ അതെന്തിനാ ഉപ്പ ചെല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ കയ്യിലല്ലല്ലോ ജീവനുള്ളത്, അത് അല്ലാഹുവിന്റെ കയ്യിലല്ലേ. മോനെ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങണമെന്ന് പഠിപ്പിക്കുന്ന പിതാവിന്റെ മകനായി നമ്മൾ വളരുമ്പോഴാണ് ഓരോ കുട്ടിയും വളർന്ന് വലുതായി നല്ലൊരു സർജനായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ. അപ്പോൾ ഒരു പാവം മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ പേര്? അയ്യപ്പേട്ടൻ. അയ്യപ്പൻ എന്നാണ് പേര്. അയ്യപ്പേട്ട എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൻ മോഹനാണ് അപ്പുറത്ത് കിടക്കുന്നത്, എനിക്ക് ആകെ ഒരു മോഹനേ ഉള്ളൂ, ആ മോഹനെ നിങ്ങളിന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പോവാ ഡോക്ടറെ എന്ന് പറഞ്ഞ് പാവം അയ്യപ്പേട്ടൻ കരയുമ്പോൾ തോളത്ത് തട്ടിയിട്ട്, സാരല്ല അയ്യപ്പേട്ട, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഇന്നലെ രാത്രി തന്നെ നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന കുട്ടിക്കൊന്നും സംഭവിക്കല്ലേ എന്ന്. ഇന്നലെ പാതിരാവിൽ ദൈവത്തിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അയ്യപ്പേട്ട എന്ന് പറഞ്ഞ അയ്യപ്പേട്ടനെ നെഞ്ചിൽ ചേർത്തുകൊണ്ട്, ബേജാറാവണ്ടോ, ഞാൻ പരമാവധി ശ്രമിക്കാം, ബാക്കി ദൈവത്തോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്ന ഡോക്ടർമാരായി നമ്മുടെ കുട്ടികൾ മാറുമ്പോഴാണ് പർപ്പസ്ഫുള്ളായ നമ്മുടെ മക്കളായി മാറുന്നത്. എഞ്ചിനീയറായി അവൻ IIT കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെത്തി അതിമനോഹരമായി വീടുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഏറ്റവും രസകരമായ പളപ്പളപ്പുള്ള വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പാവ മനുഷ്യൻ വന്നിട്ട് പറയാണ്, സാർ എൻ്റെ പ്ലാന് നിങ്ങൾ വരച്ചു തരികയാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു 3 ലക്ഷം രൂപ കിട്ടും, സാറൊന്ന് വരച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ IIT-കാരനാണ്, ഞാൻ ടോണിയെ പോലെ അല്ലെങ്കിൽ റോബിൻസനെ പോലെ അല്ലെങ്കിൽ വേറെയുള്ളവരെ പോലെയൊക്കെയുള്ള വലിയ ആർക്കിടെക്റ്റ് ആണ് എന്നൊന്നും പറയല്ലേ. അദ്ദേഹത്തെ കണ്ട് ഇരുത്തിയിട്ട് നിങ്ങൾ ഫയൽ തരൂ എന്ന് പറഞ്ഞൊക്കെ കൊടുത്ത് അതങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ മനുഷ്യർ ഒരു 500 രൂപ എഞ്ചിനീയർക്ക് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ആർക്കിടെക്റ്റിന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ സമയത്ത് അത് വേണ്ടട്ടോ എന്നാൽ അകത്ത് പോയിട്ട് ഒരു 10,000-ന്റെ കെട്ട് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഈ പാവം മനുഷ്യൻ എന്താ എഞ്ചിനീയർ ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആദ്യം കല്ലിറക്കുമ്പോൾ എൻ്റെ വകയായി ഇറക്കിക്കൂടി എന്ന് പറയുന്ന ആർക്കിടെക്റ്റുമാരായി നമ്മുടെ മക്കൾ മാറുന്ന ഒരു കാലമുണ്ടാകണം. അതാണ് സത്യത്തിൽ പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള. സമ്പന്നരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചോളൂ, പക്ഷെ പാവപ്പെട്ടവരെ ഇങ്ങനെ കൊടുക്കുന്ന ആർക്കിടെക്റ്റുമാരായി നമ്മുടെ കുട്ടികൾ മാറണം. ഇനി നമ്മുടെ കുട്ടികൾ പഠിച്ചു വലുതായി വലിയ കലക്ടർമാരായി മാറുമ്പോൾ അങ്ങനെ ജില്ലാ കളക്ടറേറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആരുമില്ലാതൊരു പാവം മനുഷ്യൻ തൂണുചാരി നിൽക്കുന്നുണ്ട്. MP വിളിച്ചു പറഞ്ഞവർ, MLA വിളിച്ചു പറഞ്ഞവരൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ഇയാൾക്ക് വിളിച്ചു പറയാൻ ആരുമില്ല, ഒറ്റയ്ക്ക് അവിടെ പോയി നിൽക്കുകയാണ്. എത്രയോ സമയമായി. അയാൾ അരികിലേക്ക് വിളിച്ചിട്ട്, എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, സാർ എനിക്ക് ഇങ്ങനൊരു സാധനം ചെയ്യാനുണ്ട്. ആദ്യം ആ പാവം പച്ചയായ മനുഷ്യന്റെ സിഗ്നേച്ചർ കൊടുത്തിട്ട് അയാളെ വിടുന്നവനാരോ അവനാണ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു കളക്ടർ എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഓരോന്നും നമ്മുടെ ഓരോ മിസൈലും വിടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ ഇസ്രോയുടെ ചെയർമാൻ അവരുടേതായ പൂജാകർമ്മങ്ങൾ ചെയ്ത് വിടുന്നത് പോലെ അതിനാർക്കും തർക്കമൊന്നുമില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ടാണ് വിടുന്നത്. ഇതേപോലെ എന്തെങ്കിലും നമ്മുടെ മക്കളൊരു മിസൈൽ മാനായി മാറുമ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാത്തിനെയും മാനിച്ചുകൊണ്ട്, ഇന്ത്യയെ മാനിച്ചുകൊണ്ട്, ജഗനിയന്താവായ ഏകനായ തമ്പുരാനെ മനസ്സിൽ കണ്ടുകൊണ്ട് മിസൈലുകൾ പറത്തുന്ന കുട്ടിയായി നമ്മുടെ കുട്ടികൾ മാറുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. എന്തെങ്കിലും ഒരു കലാപമോ പ്രശ്നങ്ങളോ നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ ചെന്നിട്ട് സംസാരിച്ചിട്ടും അതിൽ ഇടപെട്ടിട്ടും ആ പാവം പച്ചയായ ഹിന്ദു മുസ്ലിം ആളുകളെ ഐക്യത്തോടെ കൊണ്ടുപോകാൻ വേണ്ടി തന്റെ ജിഹ്വയെ, തന്റെ തൂലികയെ, തന്റെ ബുദ്ധിയെ സമർത്ഥമായി ഉപയോഗിച്ച് എല്ലാവരെയും സ്നേഹനിധിയായി നിർത്തുന്ന ഒരു സോഷ്യൽ റിഫോമറായി നമ്മുടെ കുട്ടി മാറുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന രക്ഷിതാവായി മാറുന്നത്. അതിൽ നമ്മുടെ കുട്ടികളെ ലക്ഷ്യം വെച്ച് വളർത്തുക, ഇസ്ലാമിക മോശയിൽ വളർത്തുക, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ ശ്രമിക്കുക, അതോടൊപ്പം തന്നെ എല്ലാ സംഘടനയെയും നെഞ്ചിൽ പുലർത്തുക, ഒരിക്കലും വിഘടനവാദങ്ങൾ കൊണ്ടുവരാതിരിക്കുക. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നിങ്ങൾ ഉറ്റുനോക്കുന്നത് പോലെ
നമുക്ക് ഇവിടെ വെച്ചിട്ട് എല്ലാ സൗകര്യവും ചെന്ന് തരുന്ന ഈ പാവം രാജ്യമുണ്ട്, ഖത്തർ എന്ന് പറയുന്ന ഈ രാജ്യം. ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഒരു സിഗ്നേച്ചറായി നിങ്ങൾ ഉണ്ടാകണം. എന്നെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഖത്തറിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇവിടെ നിന്ന് വാരിയാൽ മാത്രം പോരാ. ഈ ഖത്തർ നിങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ജീവിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ഖത്തർ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ഉയർത്താൻ പറ്റുന്ന മക്കളാക്കി നമ്മളെ മക്കളെ വളർത്തിയെടുത്ത് അതിമനോഹരമായ രക്ഷിതാവായിട്ട് ഇവിടെ നിന്ന് പോകാവൂ. ഈ ലോകത്ത് നമ്മൾ മരിച്ചു പോകാവൂ. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നും ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാകും. ഈ ഒരു ഇസ്ലാമിക മോശയിൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ ശക്തിയാക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന ഒരു ഉറപ്പോടെ എഴുന്നേറ്റ് നിൽക്കാവോ നിങ്ങൾക്ക്? ഇൻഷാ അല്ലാഹ് ഒന്ന് ഉഷാറായിട്ട് അലിഫിന്റെ കൂടെ എന്നും ഞങ്ങൾ ഉണ്ടാകും. ശക്തമായി ഞങ്ങൾ എപ്പോഴും ഇതിന്റെ കൂടെ ഉണ്ടാകും. അല്ലാഹു ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു 10 മിനിറ്റ് സംശയം ചോദിക്കാനുള്ള സമയം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് 10 മിനിറ്റ് ഉത്തരം തരാൻ ഈ വിനീതനുണ്ട്. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നല്ല പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് 10 മിനിറ്റ് ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ചോദിച്ചോളൂ. ഒരാൾ തുടങ്ങി വെച്ചാൽ അങ്ങനെ ആയിക്കോളൂ. സമയം കളയണ്ട വരുന്നത്. നാളെ എല്ലാവരും സ്കൂളിൽ മൈക്കാണ് ഒരു മൈക്കില്ലേ? അതാ മൈക്ക് അവിടെ ഉണ്ട്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അതൊരു പേരാന്ന് മാത്രം. ഇനി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കടന്നാലും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിന്റെ MIT. ഒന്നെങ്കിൽ ഡാറ്റ് അല്ലെങ്കിൽ MIT രണ്ടാലൊന്ന് ചെയ്തു. ഇത് മൂന്നും വ്യത്യസ്തമാണ് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പറയാം ആപ്റ്റിറ്റ്യൂഡ് നമ്മളെ അഭിരുചി ടേസ്റ്റ്. മനസ്സിലായോ? നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കണേ. നമ്മൾ കുട്ടികൾക്ക് ഡിസയർ ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് മീൻകാരനാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. കാരണം എന്തെന്ന് വെച്ചാൽ അല്ലേ, വീട്ടിലേക്ക് വരുന്ന നല്ലൊരു വ്യൂകളോ എന്തൊക്കെ വായിച്ചുകൊണ്ട് വരുന്ന ആൾ മീൻകാരനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരനാവാൻ ആഗ്രഹം, അതിലേക്ക് ടീച്ചറാവാൻ ആഗ്രഹം. നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. എന്നിട്ട് നല്ലൊരു കമ്മ്യൂണിസ്റ്റ് അപ്പൻ്റെ വടിയൊക്കെ എടുത്തിട്ട് തെങ്ങിനെയൊക്കെ അടിച്ചിട്ട് നമ്മളിങ്ങനെ ടീച്ചറായാലും അഭിനയിക്കുന്ന ഒരു കാലം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പൈലറ്റാകാൻ ആഗ്രഹം. ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ വളർച്ചക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് ഡിസയറാണ്. ബിസിനസ്സുകാരും ഡിസയറിലേക്ക് പോകരുത്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹം, ബിസിനസ് ഇന്റലിജൻസ് ഉണ്ടോ നമ്മൾ എന്താക്കാറില്ല. മെട്രിക് ലെവലിലുള്ള കുറേ ടെസ്റ്റുകളാണ്. ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. ഇനി ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ 32ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ് നടത്തിയത്. അപ്പോഴാണ് ഞാൻ എന്നതാണെന്ന് എനിക്ക് മനസ്സിലായത്. പുതിയ വേർഷൻ വന്നപ്പോൾ സൈക്കോളജി നമ്മളിതൊക്കെ പഠിക്കുമെങ്കിലും ടെസ്റ്റുകൾ അനിവാര്യമാണ്. ഓരോ കാലഘട്ടത്തിലും അനിവാര്യമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ചെയ്യാം, വലിയവർക്ക് ചെയ്യാം. പക്ഷെ കുട്ടികൾക്ക് എപ്പോഴും 10ാം ക്ലാസ്സിന് മുമ്പ് ചെയ്യണം. കാരണം അവർക്ക് സയൻസിലൂടെ പോകേണ്ട ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ പിന്നെ 10th കഴിഞ്ഞിട്ട് മാർക്കില്ലാതെ കൊമേഴ്സിന് പോയി ചേർന്നിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ കഴിയില്ല. അതുകൊണ്ട് ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ചെയ്യൽ മാത്രമല്ല, പ്രോപ്പർ കൗൺസിലിംഗും വേണം. നന്നായിട്ട് കരിയറിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ആളായിരിക്കണം, അഥവാ അത് അറിയുന്ന ആളായിരിക്കണം. രണ്ടാമത്തത്, നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ എന്നതിനേക്കാൾ അപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനുള്ള ടെസ്റ്റുകൾ വേറെ. അത് നിങ്ങൾ വേറെ തന്നെ ചെയ്യാം. അത് സ്കിൽ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ളതിന് പറയാം. റഫറൻസ് സ്കിൽ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അനലിറ്റിക്കൽ റീസണിംഗ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, സ്ട്രാറ്റജിക്കൽ തോട്ട്സ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ഇങ്ങനെയുള്ള സാധനത്തെയാണ് സ്കിൽ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഹാർവാർഡിലേക്കും കാംബ്രിഡ്ജിലേക്കും ഓക്സ്ഫോർഡിലേക്കും ടെക്സസിലേക്കും MIT മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്കും ഒക്കെയുള്ള ടെസ്റ്റുകൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, നോളജിനെ ബേസ് ചെയ്തിട്ടേ അല്ല. അതിനെ അനുകരിച്ചുകൊണ്ടാണ് സത്യത്തിൽ A+ ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ സിവിൽ സർവീസ്. സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ എന്തിൻ്റെ ആവശ്യമില്ല? ഒരൊറ്റ എണ്ണത്തിൽ പോലും A+ന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ?
IAS, IFS, IPS, IAS, IRS എന്നൊക്കെ പറഞ്ഞാലുള്ള 24 ഓപ്ഷനിലേക്ക് ഒരു A+ന്റെ പോലും A1ന്റെ പോലും ആവശ്യമില്ല. A1 എന്ന് പറയുമ്പോൾ A1ന്റെ പോലും ആവശ്യമില്ല. കാരണം നോളേജ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, സ്കില്ലാണ് എന്നതാണ്. നോളേജ് വേണം, അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് സ്കില്ല് വേണം. അതുകൊണ്ടാണ് ഇത്തരം ടെസ്റ്റുകളിൽ മാർക്കിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ പറയുന്ന എതിരാണ് സ്കില്ലുകൾക്കാണ്. അതിനെ പുറത്തേക്ക് എടുക്കുന്ന ടെസ്റ്റുകളാണ് ഈ പറയുന്നതൊക്കെ. അത് പ്രോപ്പർ കൗൺസിലിംഗ് കൂടി കഴിഞ്ഞാലേ അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ തന്നെ ചെയ്യും. ഒന്ന് കയ്യിൽ ഇങ്ങനെ പൊക്കിയാൽ ഒന്നുകൂടി പറയാമോ? നിങ്ങളെ ഇവരെ കൊടുത്തിയതിലാണ് മാഷാ അല്ലാഹ്. മുത്തഹല്ലിക്ക് അല്ലേ? പിന്നെ മുഖറബ് എന്ന് പറഞ്ഞാൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് മുഖറബ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ ഇസ്തിലാഹിയായ ലഫ്ദുകളാണ് അതൊക്കെ. മുഖറബ് എന്ന് പറയുന്നത് അതാണ്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് മാലാഖമാരിൽ ഏറ്റവും സമീപസ്ഥനായിട്ട് അള്ളാഹുവിന്റെ അരികിൽ ഉള്ളത് എന്നാണ് വെപ്പ്. അതുകൊണ്ടാണ് മലായിക്ക എന്ന് പറയുന്നത് റൂഹ് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. റൂഹ് എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് എന്നാണ് ഖുർആന്റെ തഫ്സീറുകളിൽ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് വന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംരക്ഷിക്കാൻ. ഗൈറു മുത്തഹർരിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചലിക്കാത്ത വസ്തുക്കളാണ്, ഹർക്കത്തില്ലാത്ത സാധനങ്ങൾ എന്നർത്ഥം. എന്ന് വെച്ചാൽ പിന്നെ നമ്മളിപ്പോ ബിംബങ്ങൾ മറ്റുള്ളതൊക്കെ ചലിക്കാത്തതല്ലേ, അതാണ് ഗൈറു മുത്തഹർരിക്. മുത്തഹർരിക് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ചലിക്കുന്നതാണല്ലോ. അത് ഇവരടുത്തുണ്ടല്ലോ, നമ്മളതിന്റെ കയ്യിൽ തീയുണ്ട്, മനസ്സിലായി, ഭരണമുണ്ട്, സൈന്യമുണ്ട്, ഇതൊക്കെ ചലിക്കുന്നതാണ്. അതിനെയും എന്താക്കി തന്റെ ഉള്ളിൽ നിർത്തി മാറ്റാം. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഇളക്കി മറിയുന്ന ലോകത്തിന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാറ്റിമറിക്കാനുള്ള തൗഹീദിലേക്ക് നമ്മൾ എത്തണം എന്നർത്ഥം. പിന്നെ വരുന്നത് മുഖറബാണ്. മലക്കുകൾ ഇറങ്ങിയാൽ പോലും ആ മലക്കുകളിലേക്ക് നമ്മൾ തിരിയില്ല. നമ്മൾ അപ്പോഴും തിരിയുന്നത് ആരിലേക്കാണ്? പറഞ്ഞു മനസ്സിലായില്ല. ജിന്നുകളിലേക്കോ മനുഷ്യരിലേക്കോ മലക്കുകളിലേക്കോ ഒന്നുമല്ല നമ്മൾ തിരിയാ. നമ്മൾ ആരിലേക്ക് മാത്രം എന്താ പറയാത്തെ? അല്ലാഹുവിലേക്ക്. അതാണ് യഥാർത്ഥ തൗഹീദ്. ആ ഒരു അവസ്ഥയിലേക്ക് ഇൻഷാ അല്ലാഹ് എന്താക്കണം. ഉദാഹരണത്തിന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും അത് വരൂല, എന്നാലും മലക്കന്നെ വന്നെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ആർജവത്തോടെ പറയാൻ പറ്റണം, എന്ത്? എനിക്കെന്റെ അല്ലാഹു മതി. കടുകട്ടി തൗഹീദാണ് കേട്ടോ. അതാണ് സത്യത്തിൽ നമ്മൾ തൗഹീദ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ബാക്കിയുള്ളതിലേക്ക് എല്ലാവരെയും ആദരിക്കണം, ബഹുമാനിക്കണം. ഔലിയാക്കൾ ആദരിക്കണം, എല്ലാവരെയും ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷെ ആരെയും ആരാധിക്കരുത്. ആദരവ് വേറെ, ആരാധന വേറെ. ആരാധന ആരെ മാത്രം? അല്ലാഹുവിനെ മാത്രം. അതാണ് പറഞ്ഞതിന്റെ ശരി. പറഞ്ഞത് നേരത്തെ സ്കിൽ ആൻഡ് ആക്ഷൻ വാല്യൂസ് അത് ശിക്ഷണയ്ക്ക് പോകുന്ന ഒരു സമീപനമാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ സിലബസിൽ നമുക്കത് ഏഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഫിൻലാൻഡിൽ പോയ കഥ അങ്ങനെ പറയുന്നുണ്ടോ. ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്കിൽ ബേസ്ഡ് ആണ്, പ്യൂർ സ്കിൽ. അതുകൊണ്ടാണ് ഫിന്നിഷ് സ്കൂൾ സിസ്റ്റം ഏറ്റവും ടോപ്പാകുന്നത്. അവിടെ രസം കേൾക്കണം നിങ്ങൾക്ക്. അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അത്. അവിടെ പരീക്ഷയില്ല സാറേ, അതൊക്കെ പറഞ്ഞു കേട്ടോ. 10th വരെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. ഫിന്നിഷ് സ്കൂൾ സിസ്റ്റത്തിൽ 10th വരെ എക്സാമേ ഇല്ല. എക്സാം ഇല്ലാതെ ആക്കുന്നത് എന്തിനാണെന്നറിയോ? പറയുമ്പോൾ കൺഫ്യൂഷൻ ആകരുത്, ഇവിടെ മാറ്റണം എന്നല്ല പറഞ്ഞു കേട്ടോ. എക്സാമിനേഷൻ ഉണ്ടായാൽ കുട്ടികളുടെ നോളേജ് കൂടും, സ്കില്ല് കുറയുന്നു. പറഞ്ഞു സാർ, സ്കില്ല് ഉണ്ടാവണമെങ്കിൽ വ്യത്യസ്ത തലങ്ങളിലൂടെ പോകണം. പിന്നെ മെട്രിക്കുലേഷൻ എക്സാമിനേഷനിലേക്ക് അവർ കരുതുന്നത് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. എന്നുവെച്ചാൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അത് ആവശ്യമായത് കൊണ്ടാണ് +2 എക്സാമിനേഷൻ, നമ്മുടെ +2 എന്ന് പറഞ്ഞ സാധനം അവർ എഴുതിപ്പിക്കുന്നത്. അല്ലാതെ SSLC വരെ എന്തില്ല, നോ റാങ്കിങ്, റാങ്കില്ല, നോ A+, A+ ഇല്ല. കാരണം എല്ലാ കുട്ടികളും അവിടെ തുല്യരാണ്. എല്ലാവർക്കും ടാസ്ക് കൊടുത്തിട്ട് അങ്ങനെ പോകലാണ്. അവിടുത്തെ സിസ്റ്റം ഞാൻ പറയാം. യൂറോപ്പിലെ മൊത്തത്തിലുള്ള സിസ്റ്റമാണ്. ഇപ്പം എൻ്റെ കുട്ടികൾ പഠിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ്. കുട്ടികൾക്ക് എൻ്റെ 2 മക്കൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളും അതിനൊക്കെ പഠിക്കുന്നത്. അവർക്ക് ടീച്ചേഴ്സ് ക്ലാസ്, ഞാൻ നേരത്തെ ടീച്ചേഴ്സിൻ്റെ ഇതിൽ പറഞ്ഞിരുന്നു, ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് കൊടുക്കില്ല. നാളെ ടീച്ചേഴ്സ് എടുക്കാനുള്ള ക്ലാസ് കുട്ടികൾ ഇന്ന് പഠിച്ച് നാളെ അത് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ടേബിളിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് അവർ സൊല്യൂഷൻ കണ്ടെത്തി അതിൻ്റെ കേസ് സ്റ്റഡിയിലൂടെ പോയി എന്നിട്ട് അവർ ക്ലാസ് എടുക്കണം. ആ ക്ലാസ് എടുക്കുന്നതിന്റെ റെക്ടിഫിക്കേഷൻ സാറന്മാർ പറയും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒറ്റ കൊല്ലം കൊണ്ട് നമ്മുടെ മുഴുവൻ കുട്ടികളും പ്രതിഫലം. ഞാൻ പറയാൻ മനസ്സിലായില്ല.
ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഒരു ടീച്ചർ ഫിസിക്സിന്റെ ക്ലാസ്സിൽ വരും, ടീച്ചർ അങ്ങനെ ഒരു മണിക്കൂർ ക്ലാസ് എടുത്ത് പോകും, കുട്ടികൾക്ക് ഒരു ഏകദേശം 20% എന്താവും സ്റ്റോർ ചെയ്യും, എന്നിട്ട് പിന്നെ അത് ബുക്ക് എടുത്ത് പഠിച്ചിട്ട് ഇങ്ങനെ ടീച്ചറെ പോലെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും. ഇത്രയേ ഉള്ളൂ. സത്യത്തിൽ ഒരൊറ്റ ദിവസത്തെ വ്യത്യാസം മതി. നാളെ ക്ലാസ് എടുക്കാൻ പോകുന്ന സാധനം കുട്ടികൾ ഇന്ന് പഠിച്ചു വരികയും അതിന്റെ ലാംഗ്വേജ് മാത്രം മതി സംഭവം. എന്നിട്ട് അവർ ഒന്നിച്ചിരുന്നിട്ട് രാവിലെ വന്നിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുകയും എന്നിട്ട് ഗ്രൂപ്പ് പ്രസന്റേഷൻ നടത്തുകയും ക്രോസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയും അതിനെ അനലൈസ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യാം, മൊത്തത്തിൽ ക്ലാസ് അങ്ങോട്ട് ലൈവാകും. വേറെ ലോകത്തിലേക്ക് ക്ലാസ് അങ്ങോട്ട് കയറും. ഒറ്റ വർഷം ആ രീതിയിൽ പഠിച്ച കുട്ടികൾ 10 വർഷം പഠിച്ചിട്ടുള്ള കുട്ടികളെക്കാൾ ടോപ്പ് റേഞ്ചിലേക്ക് പോകും. അതാണ് സ്കിൽ ബേസ്ഡ് മോഡ്. ഞാനത് കൂടെ അധികം പറയാതിരുന്നത്, നമ്മുടെ നാട്ടിലെ സിസ്റ്റം തന്നെ ഇപ്പൊ CBSE സിസ്റ്റം ആയാലും കേരള സിസ്റ്റം ആയാലും ഇപ്പൊ MBS മാറ്റാൻ കഴിയില്ലല്ലോ. കാരണം ആ സിസ്റ്റത്തിലല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം CBSE സിസ്റ്റം വേറെ സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിലെ പഠിക്കും. അതൊന്നും മോശമായ സിസ്റ്റം ഒന്നും അല്ല കേട്ടോ. നമ്മുടെ IIT, നമ്മുടെ IIM ഏറ്റവും ടോപ്പാണ്, ലോക റാങ്കിങ്ങിലുള്ള സാധനങ്ങളാണ്. സൂര്യനാരായണ മൂർത്തി ഉണ്ടല്ലോ, നമ്മുടെ ഇൻഫോസിസിന്റെ ചെയർമാൻ, അദ്ദേഹം US പോയിട്ട് കുട്ടിയെ ചേർന്നു. US കാണാൻ വേണ്ടി പോയപ്പോൾ പത്രക്കാരെ കാണാൻ വേണ്ടി വന്നപ്പോൾ സൂര്യമൂർത്തിയോട് ചോദിച്ച, നാരായണമൂർത്തിയോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്തിനാണ് US കൊണ്ടുവന്ന കുട്ടിയെ ചേർത്തത്? അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? IIT-യുടെ JEE പാസ്സാകാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ മോശമെന്നല്ല ഈ പറഞ്ഞത്. സ്കിൽ ബേസ്ഡ് മോഡിൽ നമ്മളെക്കാൾ നല്ലത് ഏതാണ്? അവിടെ സിസ്റ്റം. അതേ പറഞ്ഞു. അല്ലാതെ നോളജ് ബേസ്ഡ് എപ്പോഴും ഏതന്നെയാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. നിങ്ങൾ UK പോയി പഠിച്ചൊരു കുട്ടിയോട് കുറെ വിവരം ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. പോട്ടെ, ഒരു സായിപ്പിനെ പിടിച്ച് നിങ്ങൾ ഇരുത്തിയിട്ട് ഇന്റർഗേറ്റീവ് അഫർമേറ്റീവ് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അറിയില്ല. നമ്മൾ 8ാം ക്ലാസ്സിൽ ചോദിച്ചാൽ അവർക്ക് അറിവല്ല അവിടെ പ്രധാനം, സ്കില്ലാണ്. അപ്പൊ ആ സ്കില്ല് വലുതാക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ UK-ന്റെ 4 വർഷം അതിന്റെ MBA പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അറിയാമെങ്കിൽ പലർക്കും അതറിയാം. അവ കേസ് സ്റ്റഡിയിലൂടെ പോയതാണ്. ഭയങ്കര ടഫായിരുന്നു. ഓരോ സന്ദർഭം ടഫാണ്. സാധാരണ ടീച്ചിങ് ഒന്നും പോരാതിന് അനലൈസ് ചെയ്ത് വേറെ ലോകത്തിലേക്ക് എത്തണം. അതുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിൽ പഠിപ്പിക്കാൻ പറ്റിയാൽ നല്ലതാണ്. അതിനെന്ത് വേണം? നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രാഹുൽ ഗാന്ധി, ഞാൻ നേതാവിനെ അങ്ങനെ പറയാമെന്ന് വിചാരിക്കണ്ട. നമ്മളിപ്പോൾ പണ്ട് ഞാൻ ദുബായിൽ പോയിട്ടൊരു KMCC-യുടെ പ്രോഗ്രാമിൽ രാഹുൽ ഗാന്ധിയെ വാഴ്ത്തി പറഞ്ഞപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു, അത്രമാത്രം റേഞ്ച് ഉണ്ടോ മൂപ്പര് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഹാർവാർഡിൽ പഠിച്ച ആളാണ്, അദ്ദേഹം കാംബ്രിഡ്ജിലും പഠിച്ച ആളാണ്, 2 യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. അതിന്റെ ക്വാളിറ്റി അദ്ദേഹം ഭാവിയിൽ എന്താക്കും കാക്കുന്നു. ഇപ്പൊ ഒറ്റക്കാണ് പോരാടുന്നത്, ഒറ്റക്ക്. മനസ്സിലായോ? ഈ തന്റെ ഭാവങ്ങൾ മുഴുവൻ ടെക്നോളജിയിലൂടെ വെറും അനലൈസ് ചെയ്യല്ല, അതിനെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാണ് ഒരു മനുഷ്യൻ. അതെന്ത് എന്നുള്ള അതിന്റെ പൊളിറ്റിക്സിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തണമെങ്കിൽ അത്തരം യൂണിവേഴ്സിറ്റിയിൽ എത്തുക എന്നത് എന്താണ്? നിർബന്ധമുള്ള കാര്യമാണ്. സാധാരണ ലെവലിൽ പഠിച്ചാലും നമ്മുടെ കുട്ടികൾ അങ്ങനെ എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും PG ഉണ്ടെങ്കിൽ അതും കൂടി പറയണല്ലോ. PG ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ അവരുടെ 1 വർഷത്തെ കോഴ്സെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അവരുടെ 1 വർഷത്തെ കോഴ്സെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവർക്ക് നല്ല ഡിഗ്രിയും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ടെങ്കിൽ IIM-ന്റെ എന്തുണ്ട്, PG-യുടെ എക്സിക്യൂട്ടീവ് MBA ഉണ്ട്. ഞാനത് ചെയ്തിരുന്നു. അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാം. ഒരു വേറെ ലോകത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകും. IIM-ന്റെ ആളുകളായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? മാറാൻ പറ്റും. ഇനി ഇവിടെയുള്ള സ്ത്രീകൾക്ക് ജോലിയൊന്നും ഇല്ല, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട്, ഒന്നും കിട്ടുന്നില്ല, നമ്മളെ ഖത്തറിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും ആകുന്നില്ല എന്നാണ് തോന്നുന്നുവെങ്കിൽ പാരന്റ്സിനോട് പറയാണ്, നിങ്ങൾക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രമുള്ള ജോബ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് കമ്പനി ജർമ്മനിയിലുള്ള പലയിടത്തുള്ള കമ്പനിയിലെ ജോബ് ഉണ്ട്. അവരതിന് അസൈൻമെന്റ് തരും. ആ സമയത്ത് നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. 3 മണിക്കൂർ നിങ്ങൾ ജോബ് ചെയ്താൽ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ പിയാപ്പിളാർ വാങ്ങിക്കുന്നതിനേക്കാളും വലിയ സാലറി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ എന്താക്കണം? അവിടെ 4-5 മാസത്തെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ചെയ്തിട്ടേ നിങ്ങൾ എന്താക്കാൻ പാടുള്ളൂ, ഈ കാര്യത്തിലേക്ക് പോകാവൂ. ഇങ്ങനെ ഫാമിലിയെ ടോട്ടൽ പാക്ക് ചെയ്യണമെന്ന് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കിയതാണ്. ടോട്ടൽ പാക്ക് ചെയ്യാം. സെൽഫ് സഫിഷ്യന്റ് ആകണം സാമ്പത്തികപരമായി. സ്ത്രീകളും ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഓഫീസിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ കുടുംബം വിട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. വീട്ടിലിരുന്നിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. വീട്ടിലിരുന്നിട്ട് ചെയ്യാം. പ്രൊഫഷണൽ ആൾക്കാർ അതിന് പോയിക്കോളും, നല്ല ജോബുള്ളവർ അതിന് പോയിക്കോളും. അല്ലാത്തവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ലോകത്തിൽ ഇപ്പൊ എന്റെ അയൽവാസി എഞ്ചിനീയറാണ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കഴിഞ്ഞതാണ്. നല്ല സാലറി ഉണ്ട്. അവന് എല്ലാ 5 ഒക്ടനും പള്ളിയിലുണ്ടാവും. ആള് ടോപ്പ് ജോബിലാണ്. 5 ഒക്ടനും പള്ളിയിലുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ അവരവിടുത്തെ ജർമ്മനിയിലെ ഒരു കമ്പനിയിലെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലാകെ 3 മണിക്കൂർ പണിയേ ഉള്ളൂ. അവർ ബേസിലാണ് അവന്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. ഒരു എഞ്ചിനീയർക്ക് കിട്ടാവുന്നതിനേക്കാൾ ഏകദേശം 6 ടൈംസ് ഒക്കെ അവന് എന്തിക്കുന്നുണ്ട്, എക്സ്ട്രാ സാലറി അവന് വാങ്ങിക്കുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ കുട്ടികൾ ഉയർത്താൻ പറ്റുകയാണെങ്കിൽ ഇനി ഭാവിയിൽ ഓഫീസുകളൊക്കെ ഇല്ലാതെയാകും. നമ്മൾ വീട്ടിൽ യഥാർത്ഥത്തിൽ നമ്മൾ വീട്ടിലൊക്കെ ഓഫീസ് റൂം ഉണ്ട്, ഓഫീസർമാരില്ലാതെ ഉള്ളൂ. ഇനി ഓഫീസ് റൂമിൽ നിന്നുള്ള സാധനം തന്നെ വേണം. എന്നിട്ട് വീട്ടിലൊക്കെ ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. എല്ലാ ഓഫീസുകളും കൂട്ടാൻ തുടങ്ങും. എന്നിട്ട് വീടുകൾ തന്നെ എന്താ
എന്താക്കും, വർക്ക് ഫ്രം ഹോം എന്ന കമ്പനിയും വർക്ക് അറ്റ് ഹോം എന്ന് നമ്മളും പറയുന്ന അവസ്ഥയിലേക്ക് ലോകം മൊത്തം വരാൻ പോവാണ്. അങ്ങനെയും നമ്മുടെ ഫാമിലി എന്താക്കാം, സെൽഫ് സഫിഷ്യന്റ് ആക്കാം. അതിനൊക്കെ വേണ്ടത് എന്താ, ഇത് പറയാനുള്ള കാരണം സ്കില്ലാണ്. നിങ്ങളുടെ ഡിഗ്രിയും PG സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, എക്സ്ട്രാ ലെവലുള്ള സ്കില്ലാണ്. കാരണം സമയം കുറച്ച് വൈകുന്നാലും ചോദിക്കുന്നത് ചോദിക്കാൻ പോകണ്ടോ? എനിക്കിതാ കൂടുതൽ ഇഷ്ടം ചോദ്യങ്ങൾ മനസ്സിലാക്കും. ഒരു ചോദ്യമില്ല, അതായത് ഈ സ്കൂൾ സബ്ജക്റ്റിൽ ചില ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി ഓതർ ആ ഒരു രീതിയിലാണല്ലോ ആ ചാപ്റ്റർ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ആ ഒരു ചാപ്റ്റർ, അപ്പോൾ അതിൽ തൗഹീദിനെതിരായിട്ട് മക്കൾക്ക് ഒരു സ്ക്രാച്ച്, ഒരു സംശയം വരും. അപ്പോൾ ഇതെങ്ങനെ ആസ് എ പാരന്റ് അത് ഞാൻ നേരത്തെ ടീച്ചേഴ്സിനോട് പറഞ്ഞിരുന്നു, എല്ലാ സാരംവരേക്കാളും ഇന്റലക്ച്വൽഷിപ്പ് ഉണ്ടാകേണ്ടത് ദീന് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക്. കാരണം ആൾക്ക് സയൻസ് പറഞ്ഞുകൊണ്ടും ലിറ്ററേച്ചർ പറഞ്ഞുകൊണ്ടും. ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന സാറന്മാർ ലിറ്ററേച്ചറോട് പറയുമ്പോൾ ലിറ്ററേച്ചർ വെച്ചിട്ട് തന്നെ മറുപടി കൊടുക്കാൻ ആർക്ക് പറ്റണം? കുട്ടികളുടെ ഇടയിൽ കോൺഫിഡൻസ് കൂട്ടാനുള്ള. പഴയ കാലത്ത് അറബിക് ടീച്ചേഴ്സൊക്കെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരാ. ഇംഗ്ലീഷ് ലെക്ചർമാരൊക്കെ ഭയങ്കര സംഭവമായവരും. അതിനേക്കാളൊക്കെ മുകളിൽ കയറിയിട്ട് ആധുനിക കാലഘട്ടത്തെ വായിച്ച് കുട്ടികൾക്ക് അതിമനോഹരമായി പ്രസന്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് ഒരു അധ്യാപകൻ എത്തുമ്പോൾ ആ കോൺഫിഡൻസ് അവരുണ്ടാകും. അപ്പൊ ആരെന്ത് പറഞ്ഞു കൊടുത്താലും എന്താക്കണം, ഇത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആളുകളുടെ സ്പീച്ചസ് അവരെ കേൾപ്പിക്കണം. അതോടൊപ്പം IIT IIM നിന്നൊക്കെ PhD കഴിഞ്ഞ് ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അവരുടെ ക്ലാസ്സുകൾ അവരെ കേൾപ്പിക്കണം. അവരുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യണം. അല്ലാതെ ഇതെന്തോ ഒരു താഴത്തെ പരിപാടിയാണെന്നും ബാക്കിയുള്ളതൊക്കെ മുകളിലാണെന്നും തോന്നിപ്പിക്കുന്ന തോന്നലില്ല. അങ്ങനത്തെ ആളുകൾ കണ്ടെത്തിയാൽ മതി. ഓക്കെ, സമയപരിമിതി കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ സെഷൻ അവസാനിപ്പിക്കും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നന്ദി, ഇത്രയും നേരം കേട്ടിരുന്നതിന്, ക്ഷണിച്ചതിന് എല്ലാത്തിനും ഉദാസമാനത്തിൽ അനുഗ്രഹിക്കട്ടെ. നാളെ മക്കൾക്ക് ക്ലാസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ 13 to 18 എന്ന ടീനേജാണ് നിങ്ങൾക്കറിയാം. അവർക്കുള്ള ക്ലാസ് പ്രത്യേകിച്ചുണ്ട്. നിങ്ങളുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ രണ്ടാളും കൂടി ഷെയർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ഉണ്ട്. അതിൽ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ മക്കളെ മാത്രമല്ല, അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും. കുട്ടികൾക്ക് വേറൊരു ലെവലിലാണ് നമ്മൾ ഇൻഷാല്ലാ ക്ലാസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെ നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിലേക്ക് ക്ഷണിച്ചതിന് എല്ലാറ്റിനും അലിഫ് എന്ന് പറയുന്ന ഈ മനോഹരമായ ഓർഗനൈസേഷൻ എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.